السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا محمدا صلى الله عليه وسلم عبده ورسوله أرسله إلى كافة الخلق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وأصحابه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يؤتي الحكمة من يشاء ومن يؤت الحكمة فقد أوتي خيرا كثيرا. صدق الله مولانا العلي العظيم. ധന്യമായ ഈ വേദിയുടെ അനുഗ്രഹീതനായ അധ്യക്ഷൻ മുഹമ്മദ് മുസ്ലിയാർ അവர்களെ, നമ്മുടെ ഈ ചടങ്ങിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച സുന്നി യുവജന സംഘത്തിന്റെ സംസ്ഥാന നായകനും പ്രോജ്വല വാഗ്മിയുമായ അഭിനന്ദനായ കെ റഹ്മാൻ ഫൈസി, നമ്മുടെ വേദിയിലുള്ള ബഹുമാന്യനായ ഖാദർ ഫൈസി, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഹൈദ്രോസ് ഫൈസി, അപ്രകാരം മജീദ് ദാരിമി, വളരാട് തുടങ്ങി ഈ പരിപാടി സംഘടിപ്പിച്ച പ്രിയപ്പെട്ട ഈ പ്രദേശത്തെ സുന്നത്ത് ജമാഅത്തിന്റെ കർമ്മോത്സുകരായ നേതാക്കൾ, പണ്ഡിതന്മാർ, പ്രവർത്തകർ, ഉമറാക്കൾ, ഈ അനുഗ്രഹീതമായ സദസ്സിൽ ഒത്തുകൂടാൻ ഭാഗ്യം സിദ്ധിച്ച പ്രിയപ്പെട്ട നല്ലവരായ സഹോദരങ്ങളെ, അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. മരണമടഞ്ഞു പോയ നമ്മുടെ ബഷീർ ഉസ്താദ് അടക്കമുള്ള സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മഹാന്മാരായ ആലിമീങ്ങൾക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാവട്ടെ. ഈ പ്രസ്ഥാനത്തിന്റെ ഖിദ്മത്ത് ചെയ്തുകൊണ്ട് ദീനീ ദഅ്വാ പ്രവർത്തനം നടത്തുവാൻ ആരോഗ്യവും ആയുസ്സും അള്ളാഹു നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. അതിദീർഘമായൊരു പ്രഭാഷണത്തിന്റെ ആവശ്യമില്ല, മറിച്ച് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു അനുസ്മരണ സമ്മേളനമാണ്. പ്രത്യേകിച്ച് അനുസ്മരണ സമ്മേളനം കൊണ്ട് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പ്രയോജനം, നമ്മുടെ ഇവിടെ ഒരുമിച്ച് കൂടി പിരിഞ്ഞു പോകുന്നതോട് നമ്മുടെ എല്ലാ ദോഷങ്ങളും അള്ളാഹു പൊറത്തു തരും എന്നതാണ്. ദിക്റു സ്വാലിഹിന് കഫാറത്തുൻ എന്ന് പറഞ്ഞ വാചകത്തിന്റെ ആ അർത്ഥസാരം ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ഇവിടുന്ന് പിരിഞ്ഞു പോകുമ്പോഴേക്കും നമ്മുടെ ദോഷങ്ങളൊക്കെ വിട്ടുപുറത്ത് മാപ്പ് ചെയ്ത് തരുമാറാവട്ടെ. ഏതൊരു പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അതിന്റെ പ്രയാണ പ്രവർത്തനങ്ങളിൽ വലിയ പങ്കുവഹിച്ച, ശ്രദ്ധേയമായ പങ്കുവഹിച്ച ഒട്ടനവധി നേതാക്കളുണ്ടാവും. ആ നേതാക്കളിൽ ചിലർ എപ്പോഴും വേറിട്ട് നിൽക്കും, ചിലരുടെ പ്രവർത്തനങ്ങൾ വളരെ ശ്രദ്ധേയമായിരിക്കും. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കമ്പ്യൂട്ടറുകൾ വ്യാപകമാകാത്ത കാലഘട്ടത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ബ്രെയിൻ എന്ന പേരിൽ നമ്മുടെ സമൂഹത്തിനിടയിൽ പരിചയപ്പെടുത്തപ്പെട്ട വലിയ ഒരു ദിശനാശാലിയായ പണ്ഡിതനാണ് ബഹുമാനപ്പെട്ട ബഷീർ മുസ്ലിയാർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ പ്രദേശത്തെ പ്രോജ്വലരായിരുന്ന പണ്ഡിതൻ. ഇവിടെ ജനിച്ചു വളർന്ന് ഈ സമൂഹത്തിൽ വിദ്യ നേടി ഉയർന്നു വന്ന് മറ്റിതര പ്രദേശങ്ങളിലൊക്കെ ഇസ്ലാമിക ദഅ്വാ പ്രവർത്തനത്തിന്റെ ചുക്കാൻ പിടിച്ചുകൊണ്ട് സമൂഹത്തിന് മാതൃക കാണിച്ചൊരു വലിയ പണ്ഡിതൻ. അദ്ദേഹത്തിന്റെ പ്രാരംഭ കാലഘട്ടം മുതൽ പരിശോധിച്ചാൽ നമുക്കറിയാം, പ്രതികൂല ചുറ്റുപാടിലാണ് അദ്ദേഹം സുന്നത്ത് ജമാഅത്തിന്റെ വേദിയിലേക്ക് വന്നത്. കൗടുംബിക ചുറ്റുപാട് പരിശോധിക്കുമ്പോൾ സുന്നത്ത് ജമാഅത്തിന് അനുകൂലമായ ഒരു ഘടകമായിരുന്നില്ല. എങ്കിലും ചേറൂർ എൽ പി സ്കൂളിലും അതുപോലെ തന്നെ വേങ്ങര യു പി സ്കൂളിലുമൊക്കെ പഠിച്ച് പിന്നീട് ഒരുപക്ഷെ സുന്നത്ത് ജമാഅത്തിന് കൂടുതൽ വേരുറപ്പില്ലാത്ത JDT ഇസ്ലാമിനാണ് അദ്ദേഹം പഠിക്കാൻ പോയത്. എന്നാൽ അവിടെ നിന്നും പിന്നീട് അദ്ദേഹം പിതാവിന്റെ മരണാനന്തരം 1938 അദ്ദേഹത്തിന്റെ പിതാവിന്റെ മരണാനന്തരം അദ്ദേഹം പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ പ്രാമാണികമായ പഠനം നടക്കുന്ന പള്ളി ദർസിലേക്ക് തന്റെ പഠന കേന്ദ്രം മാറ്റുകയാണ്. സത്യത്തിൽ നമ്മുടെ കേരളത്തിന്റെ മുഖച്ഛായ മാറ്റിയ കേരളീയ ഉമ്മത്തിന്റെ സാമൂഹ്യ വളർച്ചയ്ക്ക് നിദാനമായ സുപ്രധാന ഘടകമാണല്ലോ പള്ളി ദർസ്. പള്ളി ദർസുകളാണ് കേരളത്തിലെ മുസ്ലിം ഉമ്മത്തിന്റെ വളർച്ചയുടെ ഏറ്റവും വലിയ അടിത്തറ. പള്ളി ദർസിൽ നിന്നാണ് വലിയ വലിയ പണ്ഡിതന്മാർ വളർന്നു വന്നിട്ടുള്ളതും നമ്മുടെ സമൂഹത്തിൽ വികസനം നടന്നിട്ടുള്ളതും. അദ്ദേഹം ഒരുപക്ഷെ JDT ഇസ്ലാമിൽ പഠിച്ച് അങ്ങനെ അങ്ങ് മുകളിലേക്ക് പോയി ഒരു പണ്ഡിതനായി മാറിയിരുന്നെങ്കിൽ പോലും ഈ ഒരു അവസ്ഥയിലേക്ക് വരും എന്നെനിക്ക് തോന്നുന്നില്ല. പക്ഷെ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ചില ആളുകൾക്ക് പ്രത്യേകമായി ചില കഴിവ് കൊടുക്കും, ചില തൗഫീഖ് കൊടുക്കും. അതാണ് യൂത്തിൽ ഹിക്മത മൻ യശാ വമൻ യുതൽ ഹിക്മത ഫഖദ് ഊതിയ ഖൈറൻ കസീറാ വമാ യദ്ദക്കറു ഇല്ലാ ഉലുൽ അൽബാബ്. ബുദ്ധിയുള്ളവർക്ക് മാത്രം ചിന്തിക്കാൻ കഴിയുന്ന ഒരു മേഖലയാണ്.
ഇപ്പൊ ഇന്ത്യയിൽ തന്നെ നമുക്ക് പരിശോധിച്ചാൽ അറിയാം, ഈ പള്ളി ദർസിന്റെ ശിഷ്യന്മാരായ ഒരുപാട് ആളുകൾ നമ്മുടെ വേദിയിലുണ്ടല്ലോ. അസാസുൽ ഇൽമ് അതാണ് എന്ന് മഹത്തുക്കൾ സൂചിപ്പിക്കാൻ കാരണം അത് ഞാൻ പലപ്പോഴും അത് സൂചിപ്പിച്ചിട്ടുണ്ട്. പള്ളി ദർസാണ് ശരിക്കും അസാസു ഇൽമി ദീനി ദർസു മസാജിദി മിൻഹു തഖദ്ദുമു വന്നമാ വതമാമു ഫീഹി ഇത്തിബാഉ സ്വഹബി അഹ്ലി സുഫതി വതിബാഉ മഖ്ദൂമീനഹും അഅലാമു. ആ രണ്ടു വരിയിൽ ശരിക്കും മുസ്ലിം ഉമ്മത്തിന്റെ പുരോഗതി ഉല്ലേഖനം ചെയ്യപ്പെട്ടു. ശരിക്കും പഠിച്ചു നോക്ക് നിങ്ങൾ. ഒരു സമൂഹത്തിന്റെ പുരോഗതിയുടെ സ്റ്റെപ്പിംഗ് സ്റ്റോൺ എന്ന് പറയുന്ന ചവിട്ടുപടി അവിടെ എഴുതി വെച്ചിട്ടുള്ളതാണ്. അസാസു ഇൽമി ദീനി ദർസു മസാജിദിൻ. ഇൽമിന്റെ അസാസ് എന്ന് പറയുന്നത് മസ്ജിദാണ്, പള്ളി ദർസിലെ ദർസാണ്. ഇന്നതിന്റെ പരിഷ്കരിച്ച രൂപമാണ് നമ്മുടെ മറ്റ് വാഫി കോളേജ് മുതൽ നമ്മുടെ അറബി കോളേജ് മുതൽ അനുബന്ധ മതപാഠശാലകളൊക്കെ. മിൻഹു തഖദ്ദുമു, അതുകൊണ്ടാണ് ഈ ഉമ്മത്തിന്റെ പുരോഗതി ഉണ്ടായത്. വന്നമ, വളർച്ചയും തമാം, നമ്മുടെ സമ്പൂർണ്ണതയും. അത് അള്ളാഹുവിന്റെ തിരുദൂതരാകുന്ന അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുഫത്തിന്റെ അഹ്ലുകാർക്ക് പരിശുദ്ധമായ മസ്ജിദിൽ നടത്തിക്കൊടുത്ത പാരമ്പര്യമാണ്. അവിടുന്ന് മഖ്ദൂമിമാർ ഏറ്റുപിടിച്ചു. അങ്ങനെ മഖ്ദൂമികളാണ് ഇവിടുന്ന് വളർത്തിയത്. ഞാൻ അതേക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. ചുരുക്കത്തിൽ അദ്ദേഹം ഈ പരിശുദ്ധമായ പള്ളി ദർസിലേക്ക് ഈ അച്ചനമ്പലം തന്നെ പൊന്മുണ്ടം ഔറാൻകുട്ടി മുസ്ലിയാർ, ഞാൻ ചരിത്രത്തിൽ വായിച്ചിട്ടുണ്ട്. പൊന്മുണ്ടം ഔറാൻകുട്ടി മുസ്ലിയാർ എന്ന് പറയുന്ന മഹാനവറുകൾ ഇവിടെ ദർസ് നടത്തുമ്പോൾ ആ ദർസിലാണ് ബഹുമാനപ്പെട്ടവർ പഠനം ആരംഭിച്ചത്. 3 കൊല്ലം ആ ദർസിൽ പഠിച്ച ശേഷം തുടർന്ന് പനങ്ങാട്ടൂരിൽ പ്രസിദ്ധ പണ്ഡിതനായിരുന്ന കൂട്ടിലങ്ങാടി ബാബ് മുസ്ലിയാരുടെ ദർസിലേക്ക് മാറി. കൂട്ടിലങ്ങാടി ബാബ് മുസ്ലിയാർ പഴയ കാലത്ത് വലിയ പണ്ഡിതനായിരുന്നു. തളിപ്പറമ്പ് കൂവത്തുൽ ഇസ്ലാം അറബി കോളേജിലൊക്കെ മുദ്രിസായി ജോലി ചെയ്ത വലിയ പണ്ഡിതൻ. അവിടെ നിന്നാണ് അദ്ദേഹം വിടവാങ്ങുന്നത്. ആ കാലഘട്ടത്തിൽ അദ്ദേഹം ഈ 2 പ്രധാനപ്പെട്ട പള്ളി ദർസിൽ പഠിച്ചതിന് ശേഷം പിന്നീട് 1947 കോട്ടുമല ഉസ്താദിന്റെ ദർസിലാണ് ചെന്നുപെടുന്നത്. മഹാനായ കോട്ടുമല ഉസ്താദ് അന്ന് പ്രാസ്ഥാനികമായി വളരെ ബന്ധമുള്ള ഒരാളായിരുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, പ്രാസ്ഥാനിക ബന്ധമുള്ള ഒരു ഉസ്താദിന്റെ ദർസിൽ ഒരു കുട്ടി പഠിച്ചാൽ ആ കുട്ടിക്കും പ്രാസ്ഥാനിക ബന്ധം ഉണ്ടാവും. കോട്ടുമല ഉസ്താദ് പ്രസ്ഥാന ബന്ധമുള്ള വ്യക്തിയായിരുന്നു. കോട്ടുമല ഉസ്താദിന്റെ ദർസ് എന്ന് പ്രസിദ്ധമായിരുന്നു. അദ്ദേഹത്തിന്റെ പള്ളി ദർസിൽ പഠിക്കുന്ന ഒരു കുട്ടി എന്ന രീതിയിൽ സമത്വയുമായി കൂടുതൽ ബന്ധപ്പെടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അപ്പൊ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യം അതാ. ഈ പ്രാസ്ഥാനിക ബന്ധം നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുമ്പോഴേ വലിയ വലിയ ആലിമ്യങ്ങളുമായിട്ടും നമ്മുടെ പ്രസ്ഥാനവുമായിട്ടും ബന്ധപ്പെടാൻ അവർക്ക് അവസരമുണ്ടാകും. ഈ പ്രാസ്ഥാനിക ബന്ധം, അതുപോലെ തന്നെ ഫത്ഹുൽ മുഈൻ മുതൽ കോളേജിൽ പോകാൻ ആവശ്യമായ കിതാബുകൾ മുഴുവൻ മഹാനായ ബഷീർ ഉസ്താദ് ഓതി പഠിച്ചത് ബഹുമാനപ്പെട്ട കോട്ടുമൽ ഉസ്താദിന്റെ ദർസിൽ നിന്നാണ്. കോട്ടുമൽ ഉസ്താദ് തന്നെ പറഞ്ഞിട്ടുണ്ട്, പഴയ കാലഘട്ടത്തിൽ കോട്ടുമൽ ഉസ്താദ് അദ്ദേഹത്തെക്കുറിച്ച് പുകഴ്ത്തി പ്രസംഗിക്കുന്നത് കേട്ടിട്ടുണ്ട്. എന്റെ പള്ളി ദർസിൽ പഠിക്കുന്ന സമയത്ത് ഞാനൊക്കെ ഒരുപാട് പരിപാടികൾ കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോൾ കോട്ടുമൽ ഉസ്താദ് പറഞ്ഞതാ, ഒരു മണ്ണെണ്ണ വിളക്കിങ്ങനെ കത്തിച്ചു വെച്ചുകൊണ്ട് ഈ മുത്തഅല്ലിമ് കൂടുതൽ സമയം ഓതുകയും അവസാനം ഞാൻ തന്നെ അദ്ദേഹത്തോട് കിടന്നുറങ്ങാൻ നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു എന്ന് ബഹുമാനപ്പെട്ട കോട്ടുമൽ ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്. എന്താ കാരണം? കഠിനാധ്വാനം ചെയ്ത് പഠിച്ചത് കൊണ്ടാണ് അദ്ദേഹം ഉയർന്നത്. ഏതൊരു വ്യക്തിയുടെയും ഉയർച്ചയുടെ പിന്നിൽ ഒരു കഠിനാധ്വാനം ഉണ്ടാകും, അത് പെട്ടെന്ന് നടക്കില്ല. കോട്ടുമൽ ഉസ്താദ് ഓരോ പരിപാടിക്കൊക്കെ പോയി തിരിച്ചു വരിക 1 മണി 2 മണി സമയത്തൊക്കെയാണ്. ഈ സമയത്തൊക്കെ പള്ളി ദർസിൽ ഒരു ചെറിയ മണ്ണെണ്ണ വിളക്ക് കത്തിച്ചു വെച്ചുകൊണ്ട് കിതാബ് ഇങ്ങനെ നോക്കുന്ന, തനിക്ക് പഠിപ്പിച്ചു കൊടുത്ത പാഠഭാഗങ്ങളെക്കുറിച്ച് കൂടുതൽ അവഗാഹം നേടാൻ ആ കിതാബുകൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനെ കുറിച്ച് ചിന്തിച്ചു നോക്കും നിങ്ങൾ. വെറുതെ അല്ല എം എം ബഷീർ മുസ്ലിയാർ ഉന്നതനായ പണ്ഡിതനായി മാറിയത്, അദ്ദേഹത്തിന്റെ ഈ കഠിനാധ്വാനത്തിന്റെ ഫലമാണ്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ടവർ പ്രസംഗരംഗത്തേക്ക് വരുന്നതിനും കാരണക്കാരനായത് ബഹുമാനപ്പെട്ട സമത്വയുമായുള്ള ബന്ധം ബഹുമാനപ്പെട്ട കോട്ടുമൽ ഉസ്താദിനുള്ളത് കൊണ്ട് അദ്ദേഹത്തിന്റെ പ്രേരണ പ്രകാരമാണ് പ്രസംഗത്തിലേക്കും അദ്ദേഹം മുന്നോട്ട് വന്നത്. എം എം ബഷീർ മുസ്ലിയാരുടെ പ്രസംഗത്തിന്റെ പ്രാരംഭത്തെക്കുറിച്ച് ഞാൻ പഠിച്ചിട്ടുണ്ട്. തിരുരങ്ങാടി നൂറുൽ ഹുദ മദ്രസയുടെ വാർഷികം നടക്കുമ്പോൾ നൂറുൽ ഹുദ മദ്രസയുടെ വാർഷികത്തിൽ പങ്കെടുക്കേണ്ടത് ബഹുമാനപ്പെട്ട കോട്ടുമല അബൂബക്കർ മുസ്ലിയാരായിരുന്നു. ബഹുമാനപ്പെട്ട കോട്ടുമൽ ഉസ്താദിന് അന്ന് എന്തോ ഒരു പ്രത്യേകമായ അസൗകര്യം വന്നതുകൊണ്ട് തിരുരങ്ങാടിയിലെ ഈ വലിയ ചടങ്ങിൽ മദ്രസയുടെ വാർഷിക മഹാസമ്മേളനത്തിൽ അദ്ദേഹത്തിന് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. എന്നൊക്കെ വലിയ വലിയ പണ്ഡിതന്മാർ പങ്കെടുക്കുന്ന സദസ്സാണ്. വലിയ മഹാപണ്ഡിതന്മാർ പങ്കെടുക്കുന്ന ആ സദസ്സിൽ അദ്ദേഹത്തിന് പങ്കെടുക്കാനായില്ല. പക്ഷെ അദ്ദേഹം തന്റെ മാന്യതയോടുകൂടി ഒരു എഴുത്തെഴുതിയിട്ട് ഈ എഴുത്തും കൊണ്ട് എം എം ബഷീർ മുസ്ലിയാരെ പറഞ്ഞയച്ചു തന്റെ ദർസിലെ ശിഷ്യനെ. ഉസ്താദിന് വരാൻ പറ്റില്ല എന്ന വിവരം പറയാൻ വേണ്ടി മാത്രം. ഉസ്താദിന് വരാൻ പറ്റില്ല എന്ന വിവരം ഉസ്താദിന്റെ പ്രതിനിധിയായി ഈ കത്തും കൊണ്ട് ബഹുമാനപ്പെട്ടവരോട് ചെന്നു. അന്നതിന്റെ സംഘാടകരോട് പ്രസംഗിക്കുന്ന ആളുടെ കൂട്ടത്തിൽ പ്രധാനപ്പെട്ട ഒരാൾ പറവണ്ണ ഉസ്താദാണ്. പറവണ്ണ മൊയ്തീൻ കുട്ടി മുസ്ലിയാർ ഈ കത്ത് വായിച്ച് ബഹുമാനപ്പെട്ട എം എം ബഷീർ മുസ്ലിയാരോട് പറഞ്ഞു അത്രേ പോകരുത്. അങ്ങനെ യോഗം ആരംഭിച്ചപ്പോൾ ബഹുമാനപ്പെട്ട പറവണ്ണ ഉസ്താദ് മൈക്കിന് മുമ്പിൽ വന്ന് പറഞ്ഞു, നമ്മുടെ മഹാനായ കോട്ടുമൽ ഉസ്താദ് ഈ യോഗത്തിലേക്ക് സംബന്ധിച്ച് വരേണ്ടതാണ്, അദ്ദേഹത്തിന് വരാൻ കഴിഞ്ഞിട്ടില്ല. പകരം അദ്ദേഹത്തിന്റെ എഴുത്തും കൊണ്ട് സന്ദേശവുമായി ഇവിടെ വന്ന ആളുണ്ട്, അയാൾ നിങ്ങളോട് അല്പസമയം പ്രസംഗിക്കും, എം എം ബഷീർ മുസ്ലിയാർ എന്ന് പറഞ്ഞു.
അങ്ങനെ ബഹുമാനപ്പെട്ടവരെ പ്രസംഗിക്കാൻ വിളിച്ചപ്പോൾ അത് ആദ്യത്തെ ഒരു അനുഭവമായിരുന്നു. കാരണം വളരെ പെട്ടെന്ന് കത്തുകൊണ്ട് ചെന്ന ഒരു മെസ്സേജ് കൊടുക്കാൻ ചെന്ന ആളെ പ്രസംഗപീഠത്തിലേക്ക് വിളിക്കുകയാണ്. പക്ഷെ ഒരു ഭാവപകർച്ചയുമില്ലാതെ വളരെ മനോഹരമായി ആ മദ്രസയുടെ സംഗമത്തിൽ വെച്ച് ദീനീ ഉലൂമിന്റെ പ്രാധാന്യതയും നമ്മുടെ സമൂഹം ഒരുമിച്ച് നിന്നുകൊണ്ട് മദ്രസകൾ മുൻകൂട്ട് കൊണ്ടുപോകേണ്ട ആവശ്യകതയും ഒക്കെ ശരിക്ക് മാനേജ്മെന്റിനെയും രക്ഷിതാക്കളെയും ബോധ്യപ്പെടുത്തത്തക്ക വിധത്തിലുള്ള മനോഹരമായൊരു പ്രസംഗം ആ ചെറുപ്രായത്തിൽ തന്നെ ബഹുമാനപ്പെട്ടവരോടെ ചെയ്തു എന്നാണ് അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ പറയുന്നത്. വളരെ പെട്ടെന്നൊരു പ്രസംഗം നടത്താൻ പോലും അദ്ദേഹത്തിന് അങ്ങനെ കഴിഞ്ഞത് നേരത്തെ അദ്ദേഹം ഇതിൽ അവഗാഹം നേടുകയും പഠിക്കുകയും ചെയ്തതിന്റെ ഫലമായിരുന്നു നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. 951 ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ആ ചെറുപ്രായത്തിൽ 17 വയസ്സുള്ള ഒരു മുത്തഅല്ലിമിന്റെ അവസ്ഥ നോക്ക് നിങ്ങൾ. 20-ൽ താഴെ പ്രായമുള്ള ഒരു മുത്തഅല്ലിം ഒരു മഹാസമ്മേളനത്തിൽ തന്നെ നേരിട്ട് കയറി പ്രസംഗിക്കുക എന്ന് പറയുമ്പോൾ, അതും കോട്ടുമൽ ഉസ്താദാകുന്ന തന്റെ ഗുരുവര്യൻ പ്രസംഗിക്കേണ്ട വേദിയിൽ കയറി പ്രസംഗിക്കുക എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ പ്രത്യേകത എത്രയാണ്. അപ്പോൾ അള്ളാഹു അങ്ങനെ ഒരു തൗഫീഖ് അദ്ദേഹത്തിന് നൽകി. അതോടൊപ്പം തന്നെ വലിയ വലിയ മശായിഖുമാരുമായി അദ്ദേഹത്തിന് ബന്ധമുണ്ടായിരുന്നു. നമ്മുടെ നേതാക്കളിൽ പലരുമായി പരിശോധിച്ചാൽ നമുക്കത് കാണാൻ കഴിയും. വലിയ വലിയ മശായിഖമാർ അദ്ദേഹം കാൽനടയായി സഞ്ചരിച്ച പുതിയാപ്പള അബ്ദുറഹിമാൻ മുസ്ലിയാർ അടുത്ത് ചെന്നുകൊണ്ട് റിഫായി ത്വരീഖത്തിൽ ഇജാസത്ത് നേടിയിരുന്നു എന്ന് ചരിത്രം പറയുന്നുണ്ട്. ആ ത്വരീഖത്ത് നേടുന്നതിന് വേണ്ടി നേരെ പുതിയാപ്പള അബ്ദുറഹിമാൻ മുസ്ലിയാർ എന്ന് പറഞ്ഞാൽ ആരാ? ചാപ്പനങ്ങാടി ഉസ്താദിന്റെ ഷെയ്ഖാണ്. മഹാനായ ഷെയ്ഖുന ചാപ്പനങ്ങാടി ബാപ്പ് മുസ്ലിയാരെ കൂടി ഷെയ്ഖായ പുതിയാപ്പള അബ്ദുറഹിമാൻ മുസ്ലിയാർ ആ കാലഘട്ടത്തിലെ പ്രമുഖനാണ്. അദ്ദേഹത്തിന്റെ സമീപത്ത് പോയി അദ്ദേഹത്തിന്റെ ഇജാസത്തോടുകൂടി ബഹുമാനപ്പെട്ടവർ റിഫായി ത്വരീഖത്ത് ആർജിച്ചെടുത്തു എന്ന് ബഹുമാനപ്പെട്ടവരുടെ ഔന്നത്യത്തിന്റെ പ്രതീകമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല, സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ ഒരു മുത്തഅല്ലിം ഉണ്ടെങ്കിൽ, നമ്മുടെ നാട്ടിലൊക്കെ ഒരു വലിയ മുദരിസ് ഉണ്ടെങ്കിൽ, അവർ ഏത് സ്ഥലത്താണോ ദർസ് നടത്തുന്നത് ആ സ്ഥലത്തെ ജനങ്ങളുമായി അഭേദ്യ ബന്ധമുണ്ടാകും. ആ പ്രദേശത്തെ ജനങ്ങളുമായി കൂടുതൽ അവർക്ക് തഅല്ലുക്ക് ഉണ്ടാവും. പക്ഷേ നാട്ടിലെ പള്ളി ദർസുമായി അത്തരം ആളുകൾക്ക് തഅല്ലുക്ക് കുറവായിരിക്കും, ബന്ധം കുറവായിരിക്കും. കാരണം അവരുടെ ദർശന്റെ നാട്ടിലേക്ക് പോകുമ്പോൾ ആ നാട്ടുകാരുമായി ബന്ധമുണ്ടാകും. നാട്ടിൽ ഏതെങ്കിലും ഒരു മുദരിസ് ദർസ് നടത്തും. ആ കുട്ടികളുടെ കാര്യമോ തന്റെ നാട്ടിലെ ദർസാണ് അതെന്നൊരു ചിന്തയോ ഒരിക്കലും സാധാരണഗതിയിൽ ഒരു പ്രദേശത്തെ പണ്ഡിതന്മാർക്ക് ഉണ്ടാവാറില്ല. നേരെ മറിച്ച് ബഹുമാനപ്പെട്ട ജമ്മം ബഷീർ മുസ്ലിയാരുടെ ഒരു പ്രത്യേകത കാണുന്നത്, ഇവിടെ ബഹുമാനപ്പെട്ട ചേറൂരിൽ പൊന്മള മൊയ്തുൻ മുസ്ലിയാർ ദർസ് നടത്തുമ്പോൾ CH ഹൈദ്രോസ് മുസ്ലിയാരുടെ ഗുരുനാഥനായ പൊന്മള ഉസ്താദ് ഇവിടെ ദർസ് നടത്തും. പൊന്മള മൊയ്തീൻ മുസ്ലിയാർ അദ്ദേഹം വലിയ പണ്ഡിതനായിരുന്നു. അദ്ദേഹത്തിന്റെ ദർസിലാണ് CH ഹൈദ്രോസ് മുസ്ലിയാർ പഠിച്ചത്. അദ്ദേഹം ഈ ചേറൂരിൽ ഓതി പഠിക്കുന്ന കാലത്ത് എം ബഷീർ മുസ്ലിയാർ ഈ ദർസുമായി പോലും ബന്ധപ്പെട്ടിരുന്നു. ആ ദർസിലെ കുട്ടികൾക്ക് പ്രത്യേകം സമാജമുണ്ടാക്കി കൊടുക്കുകയും ആ ദർസിലെ കുട്ടികൾക്ക് വേണ്ടി ഒരു ഫണ്ട് ശേഖരിക്കുകയും ഈ ദർസിലെ കുട്ടികളുടെ ക്ഷേമ പ്രവർത്തനത്തിന് അദ്ദേഹം ഒഴിഞ്ഞു വരുന്ന സമയത്ത്, ഈ നാട്ടിലുണ്ടാകുന്ന സമയത്ത് ദർസുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒരുപാട് പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുകയും ചെയ്തു എന്ന് CH ഹൈദ്രോസ് മുസ്ലിയാർ തന്നെ ഒരിക്കൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു ദർസിന്റെ കൺവെൻഷനിൽ ഒരു ദർസ് എങ്ങനെ വളർത്തിക്കൊണ്ടു പോകണം എന്നതിനെ കുറിച്ച് പ്രസംഗിക്കുമ്പോൾ എം ബഷീർ മുസ്ലിയാരെ ഉദാഹരണമാക്കി, ഞാൻ ചേറൂരിൽ പഠിച്ചിരുന്ന കാലത്ത് അദ്ദേഹം വേറെ സ്ഥലത്ത് കോട്ടുമൽ ഉസ്താദിന്റെ ദർസിൽ പഠിക്കുന്നു, എങ്കിൽ പോലും ഞങ്ങളെ ദർസിന് വേണ്ടി നാട്ടിൽ വന്ന് അദ്ദേഹം ഇന്നതൊക്കെ ചെയ്തു എന്ന് CH ഹൈദ്രോസ് മുസ്ലിയാർ അനുസ്മരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഗൗരവം നോക്കുക നിങ്ങൾ. മാത്രമല്ല, CH ഹൈദ്രോസ് മുസ്ലിയാരുമായി എം ബഷീർ മുസ്ലിയാർക്ക് അടുത്തിടപഴകാനും ഒരു വലിയ സൗഹൃദ ബന്ധം അവിടെ രൂപപ്പെടാനും ഈ നാട്ടിലെ ദർസ് കാരണമായി എന്നുകൂടി ചരിത്രം പറയുമാണ്. 6 വർഷം കോട്ടമൽ ഉസ്താദിന്റെ ദർസിൽ അദ്ദേഹം സുദീർഘമായി പഠിച്ചു. ആ കാലഘട്ടത്തിലൊക്കെ നാട്ടിലെ ഈ ദർസുമായി അദ്ദേഹം ബന്ധപ്പെട്ടു. അതിനുശേഷമാണ് ബഹുമാനപ്പെട്ടവർ CH ഹൈദ്രോസ് മുസ്ലിയാരുടെ കൂടെ 953 ബാക്കിയാത്തിലേക്ക് പോകുന്നത്. അന്നത്തെ ബാക്കിയാത്തിലേക്ക് പോകുമ്പോൾ 2 ദർസിൽ നിന്ന് മലബാർ എന്ന് വരുന്ന ആളുകളാണെങ്കിൽ അവർക്ക് വലിയ സ്ഥാനമാണെന്ന്. ഒന്ന് കോട്ടമൽ ഉസ്താദിന്റെ ദർസ്, ഒന്ന് ചാലിയത്ത് എന്തിക്കുട്ടി മുസ്ലിയാരുടെ ദർസ്. ഈ 2 ദർസിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് സാധാരണഗതിയിൽ സംവരണം ചെയ്യപ്പെട്ട പോലെ കുറച്ച് സീറ്റ് ബാക്കിയാത്തിലുണ്ടായിരുന്നു. ആ ദർസിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് പ്രത്യേക പരിഗണന വെച്ച്, കാരണം അവിടുന്ന് കിതാബ് തിരിയുന്ന കുട്ടികൾ വരുമെന്ന് അവർക്കൊരു ബോധ്യമുണ്ട്. അത്തരം കുട്ടികളെ പ്രത്യേകമായി എടുക്കും. ആ രീതിയിൽ ഈ കുട്ടികൾ അവിടെ ചെന്ന് വളരെ പ്രാധാന്യത്തോടുകൂടി ബാക്കിയാത്തിൽ ചേർന്ന് അദ്ദേഹം ബാക്കിയാത്തിൽ നിന്നാണ് പിന്നീട് 955 ബിരുദമെടുത്തുകൊണ്ട് ബാക്കവിയായി കടന്നു വന്നുകൊണ്ട് ഈ സമൂഹത്തിലെ സേവനത്തിനിറങ്ങുന്നത്. ബാക്കിയാത്തിൽ നിന്ന് പാസ്സാകുന്ന സമയത്ത് എം ബഷീർ മുസ്ലിയാർക്ക് 2ാം റാങ്ക് ഉണ്ട് എന്ന് അന്നത്തെ ചരിത്രം പരിശോധിച്ചാൽ കാണാൻ കഴിയും. അദ്ദേഹത്തിന്റെ പഠന തൽപരത അത് ഏത് സമയത്തും നേരത്തെ കോട്ടമൽ ഉസ്താദ് പ്രസംഗിച്ചതുപോലെ 2 മണിക്കും 3 മണിക്കുമൊക്കെ പള്ളിയിലേക്ക് ചെല്ലുന്ന സമയത്ത് വിളക്ക് കത്തിച്ച് വെച്ചുകൊണ്ട് അദ്ദേഹം കിതാബോധുന്ന രംഗം അതൊരു വല്ലാത്ത രംഗമല്ലേ എന്നതുപോലെ അദ്ദേഹം ബാക്കിയാത്തിൽ പഠിക്കുന്ന സമയത്ത് സിലബസിലില്ലാത്ത, മുതവലിന്റെ സിലബസിലില്ലാത്ത ഒന്നാണ്. പ്രത്യേകമായി പല കിതാബുകളും പഠിക്കാനുള്ള താല്പര്യമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. തഫ്സീർ ബൈളാവി അത് സിലബസിലില്ല. ആ സിലബസിലില്ലാത്ത പാഠഭാഗം തന്റെ സഹപാഠിയായി അന്ന് അവിടെ ഉണ്ടായിരുന്ന ബഹുമാനപ്പെട്ട KK അബൂബക്കർ ഹസ്രത്ത് എന്ന് പറയുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട ശൈഖുന KK ഉസ്താദിന്റെ കയ്യിൽ നിന്ന് അദ്ദേഹം ഈ തഫ്സീർ ബൈളാവി നോക്കി ഓതി എന്ന് ചരിത്രം പറയുന്നുണ്ട്. അപ്പോൾ പഠിക്കാൻ ബിരുദമെടുക്കാൻ പോകുന്ന സമയത്ത് സിലബസിലില്ലാത്തൊരു കിതാബ് എന്തിനാ ഓതുന്നത്? സിലബസിലുള്ളത് പഠിച്ചിട്ട് മാർക്ക് വാങ്ങാനല്ലേ ശ്രമിക്കേണ്ടത്. പക്ഷേ ഇൽമു നുകരുന്ന വിഷയത്തിൽ സിലബസ് എന്നോ പഠനമെന്നോ മാർക്കെന്നോ ഇല്ല.
എന്തും കരഗതമാക്കാൻ കഠിനാധ്വാനം ചെയ്യണം. എന്റെ മുമ്പിൽ ഒരുപാട് മുത്തഅല്ലിമീങ്ങൾ ഇരിക്കുന്നതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. നമ്മൾ എപ്പോഴും കൂടുതൽ പഠിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. ഒരുപാട് പഠിക്കാൻ ശ്രമിക്കുമ്പോഴേ സിലബസിലുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യമല്ല. ഇൽമ് പകരാനും ഇൽമ് നുകരാനും നമ്മൾ തയ്യാറായി കഴിഞ്ഞാൽ എവിടെ നിന്ന് ഇൽമ് കിട്ടുമോ അത് മുഴുവൻ പെറുക്കിയെടുക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അങ്ങനെ ബഹുമാനപ്പെട്ട ഒരു ബാക്കിയാത്തിൽ നിന്ന് വന്ന ശേഷം ഈ നാടിന്റെ അംഗീകാരത്തോടുകൂടി അച്ഛനമ്പലത്തിൽ തന്നെയാണ് മുദരിസായത്. അദ്ദേഹം മുദരിസാകുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ദർസിൽ പഠിച്ച ആളുകൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പ്രത്യേകം പാഠക്കുറിപ്പൊക്കെ തയ്യാറാക്കിക്കൊണ്ടാ വരിക. പിന്നെയാണ് നമ്മൾ ഈ ട്രെയിനിങ്ങും പാഠക്കുറിപ്പുണ്ടാക്കലും തദ്രീബിന്റെ ഭാഗമായൊക്കെ നമ്മളിപ്പോ കൊണ്ടുവന്ന പരിഷ്കരണങ്ങളുമൊക്കെ വന്നത്. ഈ പരിഷ്കരണമൊക്കെ ഉറങ്ങുന്ന കാലത്ത്, അഥവാ അതൊക്കെ മനുഷ്യന്റെ മനസ്സിൽ ഉറങ്ങുന്ന കാലത്ത് അതാദ്യമായി പ്രയോഗവൽക്കരിക്കാൻ മുന്നോട്ട് വന്ന ഒരു പണ്ഡിതനാണ് എം എം ബഷീർ മുസ്ലിയാർ. ബഹുമാനപ്പെട്ട ഒരു പാഠക്കുറിപ്പ് തയ്യാറാക്കിയിട്ട് ക്ലാസ്സിൽ വരും. ഇവിടെ 2 വർഷം അദ്ദേഹം ജോലി ചെയ്യുമ്പോഴും അദ്ദേഹത്തിന്റെ ദർസ് വളരെ ആകർഷണീയമായിരുന്നു എന്ന് ആ ദർസിൽ പഠിക്കുന്ന കുട്ടികൾ പറയുന്നു. കുട്ടികളുടെ എല്ലാ കഴിവുകളും പ്രോത്സാഹിപ്പിക്കാനുള്ള ഒരു പ്രത്യേകത അദ്ദേഹത്തിനുണ്ടായിരുന്നു. ശേഷം അദ്ദേഹം മറ്റത്തൊരു ദർസ് നടത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് വെളിമുക്കിൽ ദർസ് നടത്തിയിട്ടുണ്ട്. ഈ ദർസിലൊക്കെ ഉണ്ടായിരുന്ന 2-3 പ്രത്യേകതകൾ ആ ദർസിൽ പഠിച്ചിരുന്ന മുത്തഅല്ലിമീങ്ങളെ നേരിൽ കണ്ടാൽ, അന്നത്തെ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരെ നേരിൽ കണ്ടാൽ അവർ നമുക്ക് ബോധ്യപ്പെടുത്തി തരും. അദ്ദേഹത്തിന്റെ അന്നത്തെ ദർസിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, ഒന്ന്, ബ്ലാക്ക് ബോർഡ് വെച്ചുകൊണ്ട് ബോർഡ് വെച്ച് അന്ന് പഠിപ്പിക്കുന്ന ദർസേ ഇല്ല എവിടെയും. ബോർഡ് വെച്ച്, ഇന്നിപ്പോ കുട്ടികൾക്ക് അത് അത്ഭുതമാകില്ല. ഇന്ന് നമ്മുടെ മുദരിസുമാർ പല പള്ളികളിലും ബ്ലാക്ക് ബോർഡ് വെച്ച് കുട്ടികൾക്ക്, ശരി ഇന്ന് ബ്ലാക്ക് ബോർഡ് പോയി വൈറ്റ് ബോർഡാണ്. അപ്പോ ഏത് രീതിയിലാണെങ്കിലും ശരി, ബ്ലാക്ക് ബോർഡ് ആണെങ്കിലും വൈറ്റ് ബോർഡ് ആണെങ്കിലും ശരി, ഏത് ബോർഡാണെങ്കിലും ശരി, എഴുതി കൊടുത്തുകൊണ്ട് ഗ്രാമറും അതുപോലെ നെഹ്വ് സർഫിന്റെ ആ അടിസ്ഥാന കാര്യങ്ങളൊക്കെ കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു ദർസായിരുന്നു അദ്ദേഹത്തിന്റെ ദർസ്. മാത്രമല്ല അദ്ദേഹം ഓരോ ദിവസത്തെ ദർസും തന്റെ ഡയറിയിൽ കുറിച്ചിടുമായിരുന്നു. എന്ന് പറഞ്ഞാൽ ഒരു അറ്റൻഡൻസ് പോലെ. ഒരു മുദരിസ് ദർസിൽ ക്ലാസ് എടുക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ആർക്കും പ്രത്യേക അഭിപ്രായമൊന്നുമില്ലല്ലോ. പക്ഷെ അങ്ങനെയല്ല, അദ്ദേഹത്തിന്റെ തീരുമാനം എന്ന് പറയുന്നത് അദ്ദേഹം ആ ദർസിൽ നിന്ന് ക്ലാസ് എടുത്തിട്ടുണ്ടോ ഇല്ലേ അദ്ദേഹം തന്നെ രേഖപ്പെടുത്തി വെക്കും. അത് അദ്ദേഹത്തിന്റെ പ്രത്യേക സ്വഭാവമാണ്. അതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ബഹുമാനപ്പെട്ട റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് ഉസ്താദിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. കണ്ണിയത്ത് ഉസ്താദ് തന്റെ ദർസ് നടത്തുന്ന കാലഘട്ടത്തിൽ ഒരു ദിവസം അദ്ദേഹം കോഴിക്കോട്ടേക്ക് മുഷാവർക്ക് പോയി. നമ്മുടെ പണ്ഡിതന്മാരുടെ സൂക്ഷ്മത ഓർക്കണം നിങ്ങൾ. മുഷാവർക്ക് വേണ്ടി ബഹുമാനപ്പെട്ട ശൈഖുന കോഴിക്കോട്ട് പോയിട്ട് കോഴിക്കോട്ടെ മുഷാവർ കൂടി തിരിച്ചു വരുമ്പോ സാധാരണഗതിയിൽ അദ്ദേഹം മുഷാവറയുള്ള ദിവസം തന്റെ വീട്ടിൽ നിന്ന് എഴുന്നേറ്റ് സുബൈക്ക് മുമ്പ് തഹജ്ജുദൊക്കെ നമസ്കരിച്ച് കഴിഞ്ഞ് നടന്ന് ഫറൂഖിലെത്തി സുബൈ നിസ്കരിച്ചൊരു കട്ടൻ ചായ കുടിച്ച് പിന്നെയും നടന്നിട്ടാ കോഴിക്കോട്ടെത്തുക. അങ്ങനെയാണ് ശൈഖുന കണ്ണിയത്ത് ഉസ്താദ് മുഷാവറ യോഗത്തിന് മൂതാക്കര പള്ളിയിലെത്തുന്നത്. യോഗം കഴിഞ്ഞ് തിരിച്ചു പോരുമ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരണയുണ്ടാവും. ആ ഒരണ കയ്യിൽ വെച്ചിട്ടാണ് കോഴിക്കോട്ടേക്ക് പോകുക. അതെന്തിനാ? കോഴിക്കോട്ട് നിന്ന് തിരിച്ചു പോകുമ്പോൾ ബസ് കയറി ചുങ്കത്തിറങ്ങും, എന്നാൽ വേഗത്തിൽ വാഴക്കാട്ട് പള്ളിയിലെത്തും. വാഴക്കാട്ട് പള്ളിയിൽ ദാറുൽ ഉലൂം എത്തിക്കഴിഞ്ഞാൽ വേഗത്തിൽ ഒരു സബുക്കെങ്കിലും നടത്താൻ പറ്റും സമയമുണ്ടാവും. അങ്ങനെ അദ്ദേഹം ഒരു ദിവസം മുഷാവർക്ക് പോയി കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ ചെന്ന് ഈ 1 രൂപ നാണയം കൊടുത്തുകൊണ്ട് ബസ് കയറാൻ കാത്തു നിൽക്കുക. അപ്പോഴാണ് ഒരു യാചകൻ വന്നുകൊണ്ട് ബഹുമാനപ്പെട്ടവരോട് ചോദിക്കുന്നത്, വല്ലതും തരണേ, വല്ലതും തരണേ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ മുമ്പിൽ നിൽക്കുക. ആ സന്ദർഭത്തിൽ ഈ സാധു മനുഷ്യൻ തന്റെ കയ്യിലുള്ള ആ പണം എടുത്തു കൊടുത്തു. കണ്ണിയത്ത് ഉസ്താദിന്റെ കയ്യിൽ വേറെ ഒന്നുമില്ല, ഒന്നും കണ്ണിയത്ത് ഉസ്താദിന്റെ കയ്യിലില്ല. പിന്നെ എങ്ങനെ അദ്ദേഹം പോകും? അദ്ദേഹം കോഴിക്കോട്ട് നിന്ന് നടക്കാൻ ആരംഭിച്ചു. ചിന്തിക്കണം നിങ്ങൾ. കോഴിക്കോട്ട് നിന്ന് നടന്നു. കോഴിക്കോട്ട് നിന്ന് കണ്ണിയത്ത് ഉസ്താദ് നടന്ന് വാഴക്കാട്ടെത്തുമ്പോഴേക്കും സമയമേറെയായി. ദർസിന്റെ സമയമൊക്കെ കഴിഞ്ഞു. അവിടെ അദ്ദേഹത്തിന്റെ ഖാദിമിങ്ങൾ ബഹുമാനപ്പെട്ടവർക്ക് ഭക്ഷണം കൊണ്ടുവന്ന് വെച്ച് അതുകൊണ്ട് കാത്തിരിക്കുക. ഉസ്താദിന് നല്ല ക്ഷീണമുണ്ട്, നല്ല വിശപ്പുണ്ട്. വീർത്തൊലിച്ചു വരുന്ന ഉസ്താദിനോട് അവർ പറഞ്ഞു, ഉസ്താദെ ക്ഷീണമുണ്ടല്ലോ, ഭക്ഷണമതാ, അത് കഴിക്കണം. മഹാനായ കണ്ണിയത്ത് ഉസ്താദ് ഭക്ഷണപാത്രത്തിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞുവത്രേ, ഈ ഭക്ഷണം ഇവിടുത്തെ കമ്മിറ്റിക്കാർ കൊടുത്തയക്കുന്നത് മുദരിസിന് ദർസ് നടത്താനാണ്. ഞാൻ ഇന്ന് ഒരു സബുക്കും ദർസ് നടത്തിയിട്ടില്ല. ഈ ഭക്ഷണം എനിക്ക് ഹലാലാവൂല. അതുകൊണ്ട് മുത്തഅല്ലിമീങ്ങളെ വിളിച്ചിട്ട് ഒരു സബുക്കെങ്കിലും പഠിപ്പിച്ചു കൊടുത്തിട്ട് വേണമെങ്കിൽ ഞാൻ ഈ ഭക്ഷണം കഴിക്കാം, അല്ലാതെ ഈ ഭക്ഷണം കഴിക്കാൻ പറ്റൂല. മുത്തഅല്ലിമീങ്ങളെ മുകളിൽ നിന്ന് വിളിച്ചുകൊണ്ടുവന്ന് ദീർഘമായൊരു സബുക്ക് ക്ഷീണത്തോടെ നടത്തി. എന്നിട്ടാണ് ആ ഭക്ഷണത്തിന്റെ തളികയിലേക്ക് അദ്ദേഹം കൈനീട്ടിയത്. അതൊരു മനുഷ്യന്റെ ജീവിതത്തിന്റെ സൂക്ഷ്മതയാണ്. കണ്ണിയത്തിനെ മനസ്സിലാക്കാത്ത ആരെങ്കിലും മുന്നിൽ മനസ്സിലായിക്കോ. കണ്ണിയത്ത് ഉസ്താദിന്റെ സൂക്ഷ്മയെ ചോദ്യം ചെയ്ത ആളുകളുണ്ടെങ്കിൽ മനസ്സിലായിക്കോ. അതാണ് റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് ഉസ്താദ്. അദ്ദേഹത്തിന്റെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹുവിനെ ഭയപ്പെട്ട പണ്ഡിതൻ, അതാണ് ഏറ്റവും വലിയ തെളിവ്. അള്ളാഹുവിനെ ഭയപ്പെടുന്ന പണ്ഡിതൻ, ആ പണ്ഡിതന്റെ ജീവിതത്തിന്റെ പ്രത്യേകത. എന്നതുപോലെ ബഹുമാനപ്പെട്ട എം എം ബഷീർ മുസ്ലിയാർ തന്റെ ജോലി ദിവസമൊക്കെ ഡയറിയിൽ എഴുതി വെക്കും, ഒപ്പിടുന്നത് പോലെ. മാത്രമല്ല അദ്ദേഹത്തിന്റെ ദർസിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. നേരത്തെ അവിടെ റഹ്മാൻ ഫൈസി സൂചിപ്പിച്ചല്ലോ, ദർസിൽ പരീക്ഷയല്ലേ. ദർസിൽ കൃത്യമായ പരീക്ഷ കൃത്യമായി നടത്തുകയും അതിന് ചോദ്യപേപ്പർ തയ്യാറാക്കുകയും ചെയ്തു. പിന്നീടാണ് SMF വന്നപ്പോൾ വ്യാപകമായി ദർസുകളിൽ പരീക്ഷാ സമ്പ്രദായം തുടങ്ങിയത്. എം എം ബഷീർ മുസ്ലിയാർ തന്നെ പല ദർസുകളിലേക്കും ചോദ്യപേപ്പർ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. പല വിഷയങ്ങൾക്കും ചോദ്യപേപ്പർ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്.
പക്ഷെ അദ്ദേഹത്തിന്റെ ചില ശൈലികൾ നോക്ക് നിങ്ങൾ. ഏത് ദർസിലേക്ക് ഏത് ചോദ്യപേപ്പർ ഉണ്ടാക്കി കൊടുത്താലും ഒരു കോപ്പി അദ്ദേഹം കയ്യിൽ വെക്കും. SMF ദർസ് പരീക്ഷ വ്യാപകമായി നടത്താൻ വേണ്ടി ചോദ്യപേപ്പർ തയ്യാറാക്കാൻ ബഹുമാനപ്പെട്ട CH ഐദ്രൂസ് മുസ്ലിയാരും ബന്ധപ്പെട്ട ആളുകൾക്ക് വന്നപ്പോ MM ബഷീർ മുസ്ലിയാർ എടുത്തു വന്ന് എങ്ങനെ ഇപ്പൊ ചോദ്യങ്ങളൊക്കെ വിശാലമായി തയ്യാറാക്കണമെന്ന് പറഞ്ഞപ്പോൾ ഒരു കെട്ട് ചോദ്യം ഇങ്ങെടുത്തു കൊടുത്തു. ഒരു പ്രസ്സിലെ പോലെ ഒരു കെട്ട് ചോദ്യത്തിന്റെ കോപ്പികൾ ഇങ്ങെടുത്തു കൊടുത്തു. ആശ്വാസത്തോടുകൂടി അവരതൊക്കെ നോക്കി സെലക്ട് ചെയ്യാൻ അദ്ദേഹം കൊണ്ടോട്ടി പഴയങ്ങാടിയിൽ 12 കൊല്ലം ദർസ് നടത്തി. കൊണ്ടോട്ടി പഴയങ്ങാടിയിൽ അദ്ദേഹത്തിന്റെ 12 കൊല്ലത്തെ ദർസ് അതിപ്രധാനമാണ്. ആ 12 കൊല്ലത്തെ ദർസ് എന്ന് പറയുന്നത് ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ദർസാണ് എന്ന് കൊണ്ടോട്ടി ദർസിൽ പഠിച്ച ആളുകൾ പറയുന്നു. മാതൃകാ ദർസ് എന്ന് അതിന് പേരിട്ട്. ആ മാതൃകാ ദർസിൽ എല്ലാം ഉണ്ടായിരുന്നു. ഇംഗ്ലീഷ് ഭാഷ പഠിപ്പിക്കാൻ തറവറ അഹമ്മദ് മാഷ് എന്ന് പറയുന്ന മാഷ് കൊണ്ടുവന്നു. ചിന്തിക്കണം നിങ്ങൾ, കൊല്ലം എത്ര മുമ്പാ? നിങ്ങൾ ചിന്തിക്കണം, കൊല്ലം എത്ര മുമ്പാണ്? നമ്മളൊക്കെ വളരെയധികം വിദ്യാഭ്യാസപരമായി പുരോഗതിപ്പെട്ട് വാഫി കോളേജും ഹുദവി കോഴ്സും അതുപോലെ തന്നെ പള്ളി ദർസിൽ ജാമ്യയുടെ ജൂനിയറും ഒക്കെ കൊണ്ടുവന്ന് 2 വിദ്യാഭ്യാസവും സമന്വയിപ്പിക്കുന്നത് ഈ അടുത്ത കാലത്താണ്. പള്ളി ദർസിലെ മുത്താലിമ്യങ്ങൾ സ്കൂളിൽ പോയാൽ തന്നെ അബദ്ധമാണെന്ന് ധരിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ സമൂഹത്തിന്റെ കാലഘട്ടത്തിൽ ഒരു നിമിഷം നിങ്ങൾ ചിന്തിക്കണം. പള്ളി ദർസിൽ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ ഒരു അധ്യാപകനെ കൊണ്ടുവന്നുകൊണ്ട് കുട്ടികൾക്ക് അന്ന് ഇംഗ്ലീഷ് പഠിപ്പിക്കുമ്പോൾ പഴയ കാലം ഒരു 10-40 കൊല്ലം അപ്പുറമുള്ള കഥ ചിന്തിച്ചു നോക്ക് നിങ്ങൾ. അത്ഭുതപ്പെടില്ലേ നമ്മൾ? ആ കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ട ഒരു കൃത്യമായി ഇത് പഠിപ്പിച്ചു. 1/2 നൂറ്റാണ്ട് മുമ്പുള്ള ചരിത്രമാണ് ഈ പറയുന്നത്. 1/2 നൂറ്റാണ്ട് മുമ്പുള്ള ചരിത്രം. അന്ന് നമ്മുടെ പള്ളിയിൽ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ അദ്ദേഹം തയ്യാറായി. മാത്രമല്ല ഹാജർ പട്ടിക വെച്ച് കുട്ടികളുടെ ഹാജർ എടുത്തു പള്ളിയിൽ. അങ്ങനെ പള്ളിയിൽ ഒരു ദർസിലുണ്ടാവാറില്ല. ഹാജർ പട്ടിക വെച്ച് പുരോഗതി ഒരു മനുഷ്യന്റെ കാലത്തിന്റെ മുന്നേയുള്ള നടത്തമാണത്. കാലത്തിന്റെ മുമ്പിലേക്കുള്ള ഒരു മനുഷ്യന്റെ നടത്തം. നെഹ്വുൽ വാദി പഠിപ്പിച്ചു എന്ന് പറയുമ്പോൾ പലരും അതിനെതിരായിരുന്നല്ലോ. നെഹ്വുൽ വാദി കൃത്യമായി സിലബസിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പഠിപ്പിച്ചു അദ്ദേഹം. മാത്രമല്ല അദ്ദേഹത്തിന്റെ ദർസിൽ പഠിച്ച ആളുകൾ പറയുന്നു, ചെറിയ പ്രായത്തിൽ തന്നെ അദ്ദേഹം കുട്ടികൾക്ക് കൊച്ചു മുത്താലിമ്യങ്ങളൊക്കെ വരുമ്പോ മദ്രസയിൽ നിന്ന് നേരിട്ട് വരുന്ന മുത്താലിമ്യങ്ങൾക്ക് വുളു ഒക്കെ പ്രായോഗികമായി പഠിപ്പിച്ചു കൊടുക്കും. ഹൗദിന്റെ കരയിൽ കൊണ്ടുപോയി ഇരുത്തിയിട്ട് വുളു ചെയ്യിക്കും. പ്രായോഗിക പഠനം. ഇന്നിപ്പോ വിദ്യാഭ്യാസ മേഖലയിൽ ട്രെയിനിങ് വളരെ പ്രധാനമാണ്. ശരിക്കും കുട്ടികൾക്ക് കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കണം എന്നുള്ളതാണ്. ആ ചിന്ത വരുന്നതിന് മുമ്പ്, അത് ഔദ്യോഗികമായി അംഗീകരിക്കപ്പെടുന്നതിന് മുമ്പ് മഹാനവകൾ ചെയ്ത മനോഹരമായ പ്രവർത്തനമാണ് വുളുവിന്റെ പ്രായോഗിക രൂപ പഠനം. അദ്ദേഹത്തിന്റെ ദർസിൽ ഒരു ദർശനമില്ലാത്ത വിധം അന്ന് കയ്യെഴുത്ത് മാസിക ഉണ്ടായിരുന്നു. അന്ന് ഒരു ദർശനം കയ്യെഴുത്ത് മാസികയില്ല. നിങ്ങൾ നോക്ക്, ഒരു 19 കൊല്ലത്തിന്റെ ചരിത്രം എന്ന് പഠിക്കണം നിങ്ങൾ. നമ്മുടെ തലമുറയ്ക്ക് മുമ്പ് പഠിച്ചിരുന്ന ഒരു സമൂഹത്തിന്റെ ചിത്രം, കയ്യെഴുത്ത് മാസിക. അതുപോലെ തന്നെ ഗ്രന്ഥരചന, നല്ല നല്ല പുസ്തകങ്ങൾ എഴുതാൻ ദർസിലെ കുട്ടികളെ പ്രേരിപ്പിക്കുമായിരുന്നു. നമ്മുടെ മുത്താലിമികളൊക്കെ ഇന്ന് പഠിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം അതാ. കാര്യങ്ങൾ എഴുതിയിട്ട് ജനങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ല കൊച്ചു കൊച്ചു ഗ്രന്ഥങ്ങൾ നിങ്ങളൊക്കെ എഴുതി തയ്യാറാക്കി പഠിക്കണം. വായിക്കാൻ നമ്മുടെ സമൂഹം തയ്യാറാണ്. ഇസ്ലാമിക ദഅവത്തിൽ ഉപകരിക്കുന്ന കൊച്ചു കൊച്ചു ഗ്രന്ഥങ്ങൾ സമൂഹത്തിന് ആവശ്യമുണ്ട്. മാത്രമല്ല MM ബഷീർ മുസ്ലിയാരുടെ ദർസിൽ ശരിക്കും പ്രസംഗ പരിശീലനം ഉണ്ടായിരുന്നു. കുട്ടികൾക്ക് ഓരോ വിഷയം കൊടുത്ത് കൃത്യമായി പ്രസംഗ പരിശീലനം. പണ്ടത്തെ ദർസിൽ അതൊന്നുമില്ല. മറ്റു ദർസുകളിൽ അത് വ്യാപകമാകുന്നതിന് മുമ്പ് ഇപ്പൊ അടുത്ത കാലത്താണ് നമ്മുടെ പള്ളി ദർസിലൊക്കെ സമാജവും ഈ പ്രസംഗമൊക്കെ തുടങ്ങിയത്. അതിന്റെ മുമ്പ് പള്ളി ദർസിൽ നേരം എടുത്ത് വൈകുന്നേരം വരെ കിതാബ് ഓതി പഠിക്കലേ ഉള്ളൂ. പഴയ തലമുറയിൽ നമ്മുടെ പണ്ഡിതന്മാർ നല്ല റുസൂഖുള്ള ഇൽമുള്ള പണ്ഡിതന്മാരുണ്ടാവും. പക്ഷെ വെള്ളിയാഴ്ച പള്ളിയിലൊന്ന് എഴുന്നേറ്റൊരു കാര്യം പറയാൻ പോലും ആ സാധുക്കൾക്ക് കഴിയില്ല. അതൊരു കുറവാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ നല്ല റുസൂഖുള്ള പണ്ഡിതന്മാർക്ക് പോലും ജനങ്ങളെ മുമ്പിൽ നിന്നൊരു കാര്യം പറയാൻ കഴിയാതെ വന്നാൽ എന്താ അപകടം? ആ ജനങ്ങളെ ശരിക്കും നിർത്താൻ, ജനങ്ങൾക്ക് കാര്യം ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കഴിയാത്തൊരു ഘട്ടം വന്നാൽ ബുദ്ധിമുട്ടല്ലേ? അത് ഒഴിവാക്കാൻ വേണ്ടി അന്നു തന്നെ ബഹുമാനപ്പെട്ട MM ബഷീർ ഉസ്താദ് തന്റെ ദർസിലെ കുട്ടികൾക്ക് പ്രസംഗ പരിശീലന രീതി പഠിപ്പിച്ചു. പ്രബോധനത്തിന്റെ രീതിശാസ്ത്രം പഠിപ്പിച്ചു. മാത്രമല്ല സ്ക്വാഡ് പ്രവർത്തനം അദ്ദേഹത്തിന്റെ ദർസിലെ കുട്ടികൾക്ക് കൊടുത്തിരുന്നു. അത്രേ വീട് വീടാതെ കയറി ഇറങ്ങിയിട്ട് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് വീട്ടിലെ അവസ്ഥകളൊക്കെ പരിശോധിച്ച് വീട്ടിലെ സെൻസസ് എടുക്കുക. എത്ര ആളുണ്ട് ഈ മഹലിൽ? നമ്മൾ ഇന്നല്ലേ പരിപാടിയൊക്കെ തുടങ്ങിയത്. അദ്ദേഹം ദർസ് നടത്തുന്ന സ്ഥലത്തെ വീടുകളിൽ എത്ര ആൺകുട്ടികളുണ്ട്, എത്ര പെൺകുട്ടികളുടെ ഒരു കണക്കെടുക്കുക. ആ വീടുകളുമായി മുത്താലിമീങ്ങൾക്കൊരു ബന്ധമുണ്ടാക്കുക. നമ്മുടെ പാരമ്പര്യ രീതിയിലുള്ള ഏർപ്പാട് വരുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എല്ലാവരും ഒരു നല്ല മഹാനെ അനുസ്മരിക്കുന്ന രംഗമാണ്. എല്ലാവരും അവനോട് കഴിയുന്ന സഹായം ചെയ്യുക. അള്ളാഹു ഖൈർ പ്രദാനം ചെയ്യുമാറാവട്ടെ. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. മാത്രമല്ല വീട് കയറി ഇറങ്ങിയ കുട്ടികൾക്കൊരു പരിശീലനം. അതോടൊപ്പം തന്നെ വളരെ പ്രധാനമായി അസറിന്റെ ശേഷം കുട്ടികൾക്ക് പ്രത്യേകമായി വ്യായാമത്തിന് വേണ്ടി പള്ളിയുടെ പറമ്പിലൊക്കെ ചെടികൾ കുടിച്ചിടുക, പള്ളി മനോഹരമാക്കുക. ആ രീതിയിലുള്ള നല്ല പ്രവർത്തനങ്ങൾ അദ്ദേഹം നൽകിയിരുന്നു. അതൊക്കെ ഒരു മുത്തഅല്ലിമീങ്ങളും പഴയകാലത്തെ പള്ളി ദർസിൽ കേൾക്കാത്തതും കാണാത്തതുമാണ്. വൃത്തിയിലും ശുചിത്വത്തിലും അദ്ദേഹം ചെയ്തിരുന്നൊരു സേവനത്തെക്കുറിച്ച് ഞാൻ വായിച്ചു. അദ്ദേഹത്തിന്റെ ഒരു പ്രിയപ്പെട്ട മുത്തഅല്ലിമ പറഞ്ഞു, ഞങ്ങൾ ഓതി പഠിക്കുന്ന കാലത്ത് ഉസ്താദ് പെട്ടെന്ന് പള്ളിയുടെ മുകളിൽ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തൊക്കെ ഒന്ന് വരും. ഞങ്ങളില്ലാത്ത സമയത്ത് ഒരു പര്യടനം നടത്തും. അങ്ങനെ കുട്ടികളില്ലാത്ത സമയത്ത് അവിടെ ഒരു പര്യടനം, കുട്ടികൾ നാട്ടിൽ പോയ സമയത്ത് മറ്റൊക്കെ പര്യടനം നടത്തുക. എന്നിട്ട്
വൃത്തിയില്ലാത്ത അലക്കാത്ത മുണ്ടും അതുപോലെ തന്നെ അലക്കാത്ത തുണിയും കള്ളിത്തുരത്തിന്റെ അവർക്ക് ഉസ്താദ് പെറുക്കിടും. അത് പെറുക്കിയെടുത്തിട്ട് റൂമിൽ കൊണ്ടുപോയി ഒരു സ്ഥലത്ത് വെക്കും, എന്നിട്ട് റൂമിൽ വെക്കും. വൃത്തി ഉണ്ടാവില്ല. അലക്കി വൃത്തിയാക്കാത്ത ഡ്രസ്സുകൾ ഉണ്ടെങ്കിൽ കൊണ്ടുപോയി തന്റെ റൂമിൽ വെക്കും. ഈ മുത്താലിബ് വന്ന് ഈ ഇത് അന്വേഷിച്ച് നടക്കും, കാണാണ്ടാവില്ല. അപ്പൊ ഉസ്താദിനോട് പരാതി പറയാൻ വരും. അപ്പൊ ഉസ്താദ് കാണിച്ചു കൊടുക്കും, റൂമിലുണ്ടാവും. ഇതെന്താ കഴുകാത്തത്, ഇതെന്താ വൃത്തിയില്ലാത്തത്. എന്നിട്ട് വൃത്തിയുടെയും ശുചിത്വത്തിന് നവാഫത്ത് മിനൽ ഈമാൻ എന്ന് പറഞ്ഞ ഭാഗം ആ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുത്ത് കൃത്യമായി അവരെ കൊണ്ട് അത് കഴുകി ശുദ്ധീകരിച്ച് മാന്യമായി വസ്ത്രം ധരിക്കാനുള്ള ഏർപ്പാട് പറഞ്ഞു കൊടുക്കും. അതായിരുന്നു ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതുപോലെ തന്നെ വസ്ത്രം ധരിക്കുന്നതിന് രീതിശാസ്ത്രത്തെക്കുറിച്ചും അതിന്റെ പ്രവർത്തനത്തെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞു കൊടുക്കും. ടൈം ടേബിൾ വെച്ച് ദർസ് നടത്തുന്ന സമ്പ്രദായം ആ കാലത്തൊരു പള്ളിയിലില്ല. ടൈം ടേബിൾ വെച്ച് ദർസ് നടത്തുക എന്ന് പറഞ്ഞാൽ അത് പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം മുത്താലിമികളുടെ സമയം ഒരുപാട് നഷ്ടപ്പെടും. പക്ഷെ ഇവിടെ അദ്ദേഹം ശരിക്കൊരു കൃത്യമായി ഇന്ന സമയം മുതൽ ഇന്ന സമയം വരെ ഇന്ന സബക്ക് കൃത്യമായി ടൈം ടേബിൾ നേരത്തെ കുട്ടികൾക്ക് കൊടുക്കും. അത്രേ ഇന്നും പല ദർസുകളിലും കുട്ടികൾക്ക് സബക്കിന്റെ സമയം ഏതാണ്ട് പറയുക എന്നല്ലാതെ ടൈം ടു ടൈം കൊടുക്കാറില്ല. ചില സബക്കൊന്നും ടൈമിന് നിൽക്കാറില്ല. ഇദ്ദേഹത്തിന്റെ സബക്ക് ആ ടൈമിന് തീരാൻ കാരണം ഇന്നത്തെ ആധുനിക വിദ്യാഭ്യാസ രീതി പോലെ ഒരു പാഠക്കുറിപ്പ് ശരിക്കും തയ്യാറാക്കിയിട്ടാണ്, പ്രീ പ്ലാൻ ചെയ്തിട്ടാണ്, നേരത്തെ മുത്താല ചെയ്ത് ഇന്ന് എന്ത് പഠിപ്പിക്കണമെന്ന് കൃത്യമായി തീരുമാനിച്ചിട്ടാണ് ബഹുമാനപ്പെട്ട ഒരു ക്ലാസ്സിൽ വരിക. ഒരു അറബി കോളേജിലെ ക്ലാസ്സിൽ വരുമ്പോഴാണ് ദർശന കുട്ടികളുടെ ക്ലാസ്സിൽ വരിക. അങ്ങനെ ക്ലാസ്സിൽ വന്ന ബോർഡിൽ എഴുതി കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് കൊടുക്കുമ്പോൾ കറക്റ്റ് ടൈമിന് തീർക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ അദ്ദേഹം ചെയ്തിരുന്ന മറ്റൊരു പ്രവർത്തനം മുത്തഅല്ലിമീങ്ങളെ രക്ഷിതാക്കളോട് വിളിച്ചു വരുത്തുമായിരുന്നു. പലപ്പോഴും രക്ഷിതാക്കളെ വിളിച്ചു വരുത്തും. പരീക്ഷയുടെ സമയത്ത് പരീക്ഷ കഴിഞ്ഞാൽ രക്ഷിതാക്കളെ വിളിക്കും. രക്ഷിതാക്കളെ വിളിച്ചിട്ട് നിങ്ങളുടെ കുട്ടിയുടെ പെർഫോമൻസ് ഇങ്ങനെയാണ്, നിങ്ങളുടെ കുട്ടി ഈ രീതിയിലാണ് പഠിക്കുന്നത് എന്നൊക്കെ ശരിക്കും അദ്ദേഹം ആ പള്ളി ദർസിലെ മുത്തഅല്ലിമീങ്ങളുടെ രക്ഷിതാക്കൾക്ക് പിതാക്കളോ ബന്ധപ്പെട്ടവരോ ആരാ വരുന്നത് അവർക്ക് കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നു. ഇങ്ങനത്തെ ഒരു ശാസ്ത്രീയ ദർസ് നമുക്കിന്ന് പോലും അത് അചിന്യമാണ്, ചിന്തിക്കാൻ കഴിയാത്ത കാര്യമാണ്. ആ ശാസ്ത്രീയമായ ഒരു ദർസി സമ്പ്രദായം ശരിക്ക് തന്റെ ബുദ്ധിയിൽ നിന്ന് വിരിച്ചെടുത്തുകൊണ്ട് അദ്ദേഹം നടപ്പാക്കിയല്ലോ. 1972 അദ്ദേഹം കോളേജിലേക്ക് മാറുന്നു. കടമേരി കോളേജ് വരികയാണ്. ആ കാലഘട്ടത്തിൽ കോളേജ് വന്നു. കോട്ടുമൽ ഉസ്താദിന്റെ ദർസിൽ 17 വയസ്സിൽ വന്ന് ചേറൂരിൽ അദ്ദേഹം ആദ്യമായി സംഘടനാ പ്രവർത്തനം തുടങ്ങി. പിന്നീട് കോളേജിലേക്കാണ് അദ്ദേഹം പോകുന്നത്. ഈ ചേറൂരിൽ ദർസിൽ പഠിക്കുന്ന 17-ാം വയസ്സിലെ കാലത്ത് തന്നെ അദ്ദേഹം ഇർഷാദുൽ മുസ്ലിമീൻ സംഘം എന്ന പേരിൽ ഒരു സംഘടന ഉണ്ടാക്കിയിട്ടുണ്ട്. ഇർഷാദുൽ മുസ്ലിമീൻ എന്ന പേരിൽ ഒരു സംഘടന. ആ സംഘടന ഇവിടെ രൂപീകരിച്ച് ഇവിടെ ഒരുപാട് നല്ല പ്രവർത്തനം ചെയ്തിട്ടുണ്ട്. ആ നല്ല പ്രവർത്തനമാണ് ഇവിടുത്തെ പള്ളി ദർസിൽ പോലും ഉപകരിച്ചത്. ഇവിടുത്തെ മദ്രസ വളർന്നു വരാനുണ്ടായ പ്രധാന പശ്ചാത്തലം അദ്ദേഹത്തിന്റെ ഈ ഇർഷാദുൽ മുസ്ലിമീൻ സംഘമാണെന്ന് ഇവിടുത്തെ ചരിത്രകാരന്മാർക്കും ഈ പ്രദേശത്തെ പഴയ കാരണന്മാർക്കും ഞാൻ പറഞ്ഞു കൊടുക്കാതെ അറിയാമല്ലോ. വേങ്ങര റേഞ്ച് ജമിയത്തുൽ മുഅല്ലിമിന്റെ പ്രസിഡന്റായിരുന്നു അദ്ദേഹം. 1958 ആ സംഭവം. 1958 മുതൽ കാലം ഇങ്ങോട്ട് തന്നെ കൂട്ടി നോക്കും നിങ്ങൾ. ഇന്ന് 958 കഴിഞ്ഞ് 2016 വർഷം എത്രയായി? 958 സംഘടനാ പ്രവർത്തനം ഇവിടുന്ന് തുടങ്ങിയ അദ്ദേഹം 1958 തന്നെ SYSന്റെ തിരൂർ താലൂക്ക് പ്രസിഡന്റായി. 961 ബഹുമാനപ്പെട്ട ഒരു സമിതിയുടെ 40 അംഗ മുഷാവറിൽ ഒരാളായി. മുഷാവറയിൽ ഏറെ ശ്രദ്ധിക്കപ്പെടുന്ന വ്യക്തിയായിരുന്നു 961 മുതൽ അദ്ദേഹം. 962 അദ്ദേഹം ജമിയത്തുൽ മുദരിസിൻ രൂപീകരിക്കാൻ ശ്രമിച്ച കഥ ഇവിടെ പറഞ്ഞു. പലരും അതിനെതിർത്തു. ജമിയത്തുൽ മുദരിസിന്റെ ആവശ്യത്തെ പലരും ചോദ്യം ചെയ്തു. പ്രമുഖരായ പല പണ്ഡിതന്മാർ അവരൊക്കെ ചോദ്യം ചെയ്തു. സദഖത്തുൽ ഉസ്താദ് പോലും ചോദ്യം ചെയ്തു എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. പക്ഷെ ഇന്ന് ആ ജമിയത്തുൽ മുദരിസിൻ പ്രാവർത്തികമാക്കി. മുദരിസുമാരുടെ പഠനം ഒന്ന് ഏകീകരിപ്പിച്ചുകൊണ്ട് മദ്രസകളിലെ പോലെ തന്നെ ഒരു ഏകീകരണ സ്വഭാവം കൊണ്ടുവന്നുകൊണ്ട് ദർസുകൾക്ക് ഒരു പരീക്ഷാ സമ്പ്രദായം, ആ സമ്പ്രദായത്തിന് വേണ്ടിയാണ് ജമിയത്തുൽ മുദരിസിനെ ഏകീകരിച്ചത്. 976 അദ്ദേഹം മലപ്പുറം സമസ്ത കേരള ജമിയത്തുലമയുടെ ജില്ലാ സെക്രട്ടറിയായി. അതിനുശേഷമാണ് മലപ്പുറത്ത് ചരിത്രപ്രസിദ്ധമായ മാറ്റങ്ങൾ സുന്നത്തി ജമാഅത്തിന്റെ പ്രവർത്തനത്തിലുണ്ടാകുന്നത്. SMFന്റെ രൂപീകരണം, ദാറുഹുദയുടെ പിറവി, വേങ്ങര റേഞ്ച് ജമിയത്തുൽ മുഅല്ലിമിന്റെ 20-ാം വാർഷികത്തോടനുബന്ധിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ മനസ്സിൽ വിരിഞ്ഞതാണ് നിങ്ങളെ മുമ്പിൽ നിന്ന് നിൽക്കുന്ന യതീംഖാന പ്രസ്ഥാനം. പാടക്കാട്ടെ പൂക്കോയത്തങ്ങളുടെ നാമധേയത്തിലൊരു മനോഹരമായ യതീംഖാന നിങ്ങളുടെ നാട്ടിൽ തലയെടുത്ത് പ്രവർത്തിക്കുമ്പോൾ വളർന്നു വരുന്ന തലമുറയിലെ ചെറുപ്പക്കാരെ മനസ്സിലാക്കണം. MM ബഷീർ മുസ്ലിയുടെ മനസ്സിൽ വിരിഞ്ഞ ആശയമാണത്. അന്ന് യതീംഖാനകൾ നമ്മൾ തുടങ്ങൽ വളരെ കുറവാണ്. ഏതാണ് കാലം? 976 കാലഘട്ടം നോക്കും നിങ്ങൾ. അന്ന് യതീംഖാനകൾ നമ്മുടെ ആളുകൾ തുടങ്ങുന്നത് കുറവാണ്. അന്ന് ഒരു യതീംഖാന സ്ഥാപിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ടവർ ജനങ്ങളെ ഉത്ബോധിപ്പിക്കുകയും അതിന്റെ പ്രാധാന്യം പറഞ്ഞ് പഠിപ്പിക്കുകയും ചെയ്തു. മാത്രമല്ല നമ്മൾ ഇന്നൊരു പത്രം തുടങ്ങി. SYSന്റെ തിരൂർ താലൂക്ക് അദ്ദേഹം അതിന്റെ നേതൃനിര നിൽക്കുന്ന കാലത്ത് ഒരു പത്രം ആരംഭിക്കാൻ ആലോചിച്ചിരുന്നു, വിജയിക്കാതെ പോയി. അന്നൊരു പത്രം ഇറക്കാൻ ആലോചിക്കുക എന്നൊക്കെ പറയുമ്പോൾ മാസികയാവട്ടെ, വാരികയാവട്ടെ, ദിനപത്രമാകട്ടെ, ഏതാകട്ടെ, അന്ന് അതിന് ചങ്കൂറ്റം കാണിക്കുക എന്ന് പറയുമ്പോൾ ആരും തുടങ്ങാത്തൊരു മേഖലയിൽ കൈവക്കാൻ പിന്നെയാണ് നമ്മുടെ പ്രസിദ്ധീകരണ കൊളയും ഒക്കെയും വരുന്നത്.
ചേറൂരിൽ മഅദനുൽ ബയാൻ മദ്രസ എന്ന് പറയുന്ന മദ്രസയുടെ വളർച്ചയും അതിന്റെ അസ്ഥിവാരവും അദ്ദേഹത്തിന്റെ നേരത്തെ പറഞ്ഞ ഇർഷാദുൽ മുസ്ലിമീൻ സംഘത്തിന്റെ പിൻബലത്തിലല്ലേ? അദ്ദേഹം അതിന് സ്ഥലം കണ്ടെത്താനും മറ്റുമൊക്കെ സഹായിച്ചത് ഇവിടുത്തെ കാരണവന്മാർക്ക് അറിയാമായിരിക്കുമല്ലോ. മാനേജ്മെന്റിനെ ബോധവൽക്കരിക്കാൻ അദ്ദേഹം ഇവിടുത്തെ മദ്രസയിൽ പ്രത്യേകം സംവിധാനം ഉണ്ടാക്കിയിരുന്നു. മദ്രസയിലേക്ക് മാനേജ്മെന്റിനെ മുഴുവൻ വിളിച്ചു വരുത്തുക മാത്രമല്ല, ഞാൻ കേട്ടിട്ടുണ്ട് ഈ പ്രദേശത്തെ മദ്രസയിൽ കുട്ടികളുടെ പഠന നിലവാരം രക്ഷിതാക്കളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി സ്ക്വാഡ് പ്രവർത്തനം നടത്തി വീടുകളിൽ കയറിയിറങ്ങിയിട്ടുണ്ട്. അടുത്ത കാലത്താണ് നമ്മൾ ഈ പ്രോഗ്രസ് റിപ്പോർട്ട് കൊടുക്കാൻ തുടങ്ങിയത്. ഇപ്പൊ നമ്മുടെ എല്ലാ സ്ഥാപനത്തിലും പ്രോഗ്രസ് റിപ്പോർട്ടിന്റെ കുട്ടി ഇത്ര പഠിക്കുന്നതിന് ഇത്ര മാർക്കിന്റെ മുമ്പാവുന്നില്ല. പക്ഷെ പ്രോഗ്രസ് റിപ്പോർട്ടില്ലെങ്കിലും പ്രോഗ്രസ് കാർഡില്ലെങ്കിലും നിങ്ങളെ കുട്ടിയുടെ പഠന നിലവാരം മദ്രസയിൽ ഇങ്ങനെയാണ് എന്ന് രക്ഷിതാക്കളെ ബോധവൽക്കരിക്കാൻ ഒരു സ്ക്വാഡ് പ്രവർത്തിച്ചുകൊണ്ട് വീടുകളിൽ കയറി ഇറങ്ങി എന്ന് വായിക്കുമ്പോൾ ആ ചരിത്രത്തിന്റെ പ്രാധാന്യം നിങ്ങൾ മനസ്സിലാക്കി നോക്കുക. അത് കഴിഞ്ഞ് എത്ര കൊല്ലം കഴിഞ്ഞിട്ട്, പതിറ്റാണ്ട് കഴിഞ്ഞിട്ടല്ലേ നമ്മളൊക്കെ മദ്രസയിൽ പ്രോഗ്രസ് റിപ്പോർട്ട് ഉണ്ടാക്കിയത്, പ്രോഗ്രസ് റിപ്പോർട്ട് കുട്ടികളെ പഠിപ്പിക്കാൻ, രക്ഷിതാക്കളെ പഠിപ്പിക്കാൻ തുടങ്ങിയത്. അതുപോലെ തന്നെ SOS വന്നപ്പോ SOSന്റെ കമ്മിറ്റി രൂപീകരിച്ചപ്പോൾ അദ്ദേഹം ചെയ്ത ഏറ്റവും വലിയ പ്രവർത്തനമാണ് സംഘടനയ്ക്ക് ഒരു ഓർഗനൈസർ വേണമെന്നത്. അന്ന് വരെ ഓർഗനൈസർ പദവി സംഘടനയിൽ ആരും വഹിക്കുന്നില്ല. സമത്തിൽ ഒരു മേഖലയിലും ഓർഗനൈസർ എന്ന പദവി അദ്ദേഹമാണ് കൊണ്ടുവന്നത്. CH ഹൈദരോസ് മുസ്ലിയാർ ഓർഗനൈസർ പദവി വഹിച്ചുകൊണ്ട് ഗ്രാമങ്ങളിൽ ഇറങ്ങിച്ചെന്നുകൊണ്ട് സംഘടന കെട്ടിപ്പടുത്തു. തന്നെയുമല്ല, സംഘടനാ നേതാക്കളുടെ പര്യടന പരിപാടി അദ്ദേഹമാണ് ആവിഷ്കരിച്ചത്. അന്ന് വരെ സമത്വയുടെ 40 അംഗ ഉലമാക്കൾ, നമ്മുടെ മഹാന്മാരായ പണ്ഡിതന്മാർ ജനങ്ങളിലേക്ക് ഒരു പര്യടനം പോലെ ഇറങ്ങി വരാറില്ല. ഓരോരുത്തരും ഓരോ സ്ഥലത്ത് നിന്ന് യോഗം നടത്തുമെന്നല്ലാതെ നേതാക്കൾ ഒന്നിച്ച് പര്യടനം നടത്തി ഓരോ പ്രദേശത്തും ചെന്ന് പ്രസംഗിച്ച് ജനങ്ങൾക്ക് സുന്നത്യമായിട്ട് പഠിപ്പിച്ചു കൊടുക്കുക. ആ രീതിയിൽ 957 അദ്ദേഹം SOSനെ ചുമതലയേറ്റു. 69 വരെ അതിന്റെ പ്രസിഡന്റ് പദവിയിൽ തുറന്നു അദ്ദേഹം. സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഏറ്റവും ജീവസുറ്റ ഘടകമായ സുന്നിയുടെ സംഘത്തെ അദ്ദേഹം നയിച്ചു. വേങ്ങര റേഞ്ച് ജംഇയ്യത്തുൽ മുഅല്ലിമീനിൽ അദ്ദേഹം മുഅല്ലിങ്ങൾക്ക് പ്രത്യേകമായ പരീക്ഷാ സമ്പ്രദായം ഏർപ്പെടുത്തി യോഗ്യതയുള്ള മുഅല്ലിങ്ങളെ മാത്രം നമ്മുടെ റേഞ്ചിൽ നിലനിർത്താൻ ആവശ്യമായ സംവിധാനം ചെയ്തു. പിന്നെയല്ലേ നമ്മുടെ മുഅല്ലിം പരീക്ഷയ്ക്ക് വരുന്നത്. റേഞ്ച് ജംഇയ്യത്തുൽ മുഅല്ലിമീനിൽ യോഗ്യതയുള്ളവർ വേണമെന്ന് കരുതി. മാത്രമല്ല, അദ്ദേഹം ആ കാലഘട്ടത്തിൽ മദ്രസയുടെ ശോചനീയാവസ്ഥ ശരിക്ക് പഠിച്ചു. അന്നത്തെ അവസ്ഥ എന്താ? 5ാം ക്ലാസ് വരെ മാത്രമേ മദ്രസ ഉണ്ടാവൂ. നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെ തന്നെ. ചരിത്രത്തിൽ നിങ്ങൾക്ക് വായിക്കാൻ കഴിയും. സമത്തിന്റെ ചരിത്രം പഠിക്കുമ്പോൾ കാണാൻ കഴിയും. കക്കാട് മിഫ്താഹുൽ മദ്രസയും കൊടുവള്ളി സിറാജുൽ മദ്രസയും, ഈ 2 മദ്രസയിലെ 5ാം ക്ലാസിന്റെ മുകളിൽ ക്ലാസ് ഉള്ളൂ. ബാക്കി എവിടെയും 5ാം ക്ലാസിന്റെ മുകളിൽ ക്ലാസ് ഇല്ല. ഇന്നത്തെ പോലെയല്ല. 5ാം ക്ലാസ്സിന് മുതൽ ക്ലാസ് ഇല്ലാത്ത ഈ അവസ്ഥ 1960കളുടെ കഥയാണ് ഈ പറയുന്നത്. അങ്ങനെയാണ് MM ബഷീർ മുസ്ലിയാർ ആളുകളെ വിളിച്ചുകൂട്ടി നിരന്തരമായ ബോധവൽക്കരണം നടത്തി. ആലിമീങ്ങളെയും അതുപോലെ ഉമറാക്കളെയും സാധാരണക്കാരെയും ഒക്കെ വിളിച്ചുകൂട്ടി സമ്പന്നരെ ചെന്ന് കണ്ട് ഓരോ പ്രദേശത്തെയും ആളുകളെ വിളിച്ചുകൂട്ടിയിട്ട് 5ാം ക്ലാസ് മദ്രസ പോരാ, എല്ലാ സ്ഥലത്തും നമുക്കങ്ങനെ തുടങ്ങാൻ കഴിയില്ല. അന്ന് ഇന്നത്തെ പോലെയല്ല. ഗൾഫിന്റെ പണമില്ലല്ലോ. 70കൾക്ക് ശേഷമാണല്ലോ ഗൾഫിന്റെ പണം ഒഴുകാൻ തുടങ്ങിയത്. ഇത് 1960കളുടെ കഥയാണ്. 10 കൊല്ലം മുമ്പാണ്. 70ന് ശേഷം പിന്നെ ഗൾഫായി. 70ന്റെ മുമ്പുള്ള കഥയാണ് ഈ പറയുന്നത്. ആളുകളെ മടിശ്ശീലിലെ പണമെടുത്തുകൊണ്ട് എല്ലാ സ്ഥലത്തും നമുക്ക് 7ാം ക്ലാസിന്റെ മേൽപോട്ട് മദ്രസ ഉണ്ടാക്കാൻ കഴിയില്ല, 5ാം ക്ലാസിന്റെ മേൽപോട്ട്. അതുകൊണ്ട് ചില പ്രദേശത്ത് ആളുകൾ കൂടിയിട്ടൊന്നാകാം. അങ്ങനെ നിരന്തര ഉത്ബോധനത്തിന്റെ ഫലമാണ് 1963 കക്കാടുപുറത്ത് മഹദറുൽ മദ്രസയിൽ അങ്ങനെ ഒരു കേന്ദ്രീകൃത പാഠശാല തുടങ്ങിയത്. 7ാം ക്ലാസ്സും 8ാം ക്ലാസ്സും ഒക്കെ തുടങ്ങിയിട്ട് കുട്ടികളെ അവിടെ ക്യാൻറ്റീനിലൊക്കെ വെച്ചിട്ട് ഭക്ഷണം കൊടുത്ത് പഠിപ്പിക്കാൻ തുടങ്ങി. കുട്ടികൾക്ക് ചായ ഒക്കെ കുടിക്കാൻ കൈമണി പോലും കൊടുത്തിരുന്നു, സ്കോളർഷിപ്പ് പോലും കൊടുത്തിരുന്നു. അന്ന് ഞാൻ ചരിത്രത്തിൽ വായിച്ചിട്ടുണ്ട് 12 പൈസ ഒരു ചായക്ക്, 12 പൈസ ഒരു ചായക്ക്. അങ്ങനെ കൊടുത്തിട്ട് കുട്ടികളെ പഠിപ്പിച്ചിട്ട് ആ രീതിയിൽ ഈ മാതൃക മറ്റുള്ള സ്ഥലത്ത് എന്ന് പ്രസംഗിച്ച് ഇരുമ്പു ചോലയിലും ചെനക്കിലും രണ്ടും തുടങ്ങി. പക്ഷെ അതൊന്നും പിന്നീട് വല്ലാതെ മുന്നോട്ട് പോയില്ല. ഈ കക്കാടംപുറത്ത് തുടങ്ങിയ സ്ഥാപനത്തിലെ കുട്ടികളെ പിന്നീട് CH ഹൈദരോസ് മുസ്ലിയാരും അതുപോലെ തന്നെ MM ബഷീർ മുസ്ലിയാരും ഒക്കെ ദർസുകളിലേക്ക് ഏറ്റെടുത്തുകൊണ്ട് പിന്നെ പഠിപ്പിച്ച് വലിയ ആളുകളാക്കി എന്ന് ചരിത്രം പറയുന്നുണ്ട്. അങ്ങനെ ബഹുമാനപ്പെട്ടവർ അടിസ്ഥാനപരമായി ഈ ഉമ്മത്തിന്റെ പുരോഗതിക്ക് എന്തൊക്കെ വേണോ, നമ്മുടെ സമാജത്തിന്റെ ഉന്നതിക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ, അത് മുഴുവൻ ശരിക്ക് ദിശണയോടെ മണത്തറിഞ്ഞുകൊണ്ട് നേരത്തെ പ്ലാൻ ചെയ്ത് സമൂഹത്തിൽ നടപ്പാക്കാൻ ശ്രമിച്ചു. അത്ര വലിയൊരു ബുദ്ധിജീവി നിങ്ങൾക്കിടയിൽ ജീവിച്ചിരുന്നു. നിങ്ങൾ പരിശോധിച്ച് നോക്ക്. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സ്വഭാവത 1977 സമ്മേളനം കോട്ടപ്പടി നടന്നു, സമത്തിന്റെ മഹാസമ്മേളനം. ആ സമ്മേളനം വിജയിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടി ഒരു കീ പോയിന്റായി പ്രവർത്തിച്ചത് അദ്ദേഹമാണ്. 1977 സമ്മേളനം. 1983 മലപ്പുറത്തൊരു സമ്മേളനം നടന്നു. ആ സമ്മേളനത്തിന് തലപ്പത്ത് അദ്ദേഹമാണ്. അന്ന് ആർക്കും പരിചയമില്ലാത്ത ഒരു പുതിയ രീതിയാണ് അദ്ദേഹം നേരത്തെ ഇവിടെ റഹ്മാൻ ഫൈസി പറഞ്ഞ പോലെ ഭക്ഷണ വിതരണ മേഖലയിൽ കൊണ്ടുവന്നത്. സ്വപ്നം എത്തിയിട്ട് ശരിക്കും ഭക്ഷണം ഒരു തലക്ക് കൊടുത്തപ്പോൾ ഇവിടെ ഒരു ഭക്ഷണപ്പൊതി ഇവിടെ കൊടുത്താൽ അവിടെ എത്തുന്നവരെ കൈമാറുക. അവിടെ എത്തിക്കഴിഞ്ഞാൽ ഓരോരുത്തരെ കയ്യിലെത്തുമ്പോൾ ഓരോന്ന് പിടിച്ചിരിക്കുക, എന്നൊരു ഭക്ഷണം കഴിക്കുക. അങ്ങനെ വൃത്തിയുള്ളൊരു ഭക്ഷണ പരിപാടി മാത്രമല്ല, ആ സമ്മേളനത്തിന് പന്തലിടാൻ വേണ്ടി പഴയ മുഅല്ലിങ്ങളായാലും ഓർമ്മ ഉണ്ടാവും, ഒരു വീട്ടിൽ നിന്ന് ഒരു ഓല അല്ലെങ്കിൽ ഒരു തടുക്ക്, എന്നിട്ട് അത് ശേഖരിച്ചിട്ട് വാഹനത്തിൽ മലപ്പുറത്ത് കൊണ്ടുവന്ന് ആ ഓല കൊണ്ട് പന്തലിട്ട മനോഹരമായ ഒരു ഗ്രൗണ്ട്. അത് വലിയ പ്രചന്നമായി.
മദ്രസയിൽ ഓരോ കുട്ടികളും ഓരോ ഓലയുമായിട്ടാണ് മദ്രസയ്ക്ക് വരുന്നത്. മദ്രസയുടെ മുമ്പിൽ ഓല കൂട്ടി അത് വാഹനത്തിൽ പിന്നീട് കെട്ടി മലപ്പുറത്തേക്ക് കൊണ്ടുവന്നു. ആ സമ്മേളനത്തിൽ വെച്ചാണ് സ്കോളർഷിപ്പിന്റെ തീരുമാനമെടുത്തുകൊണ്ട് 77-ലും ഉണ്ടായിരുന്നു സ്കോളർഷിപ്പിന്റെ തീരുമാനം. മുത്തഅല്ലിമീങ്ങൾക്ക് പഠിക്കുമ്പോൾ സ്കോളർഷിപ്പ് കൊടുക്കുക. മുഅല്ലിം ക്ഷേമനിധി അത് ശരിക്കും അദ്ദേഹമാണ് പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചത്. മുഅല്ലിം ക്ഷേമനിധിയുടെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് അബൂബക്കർ നിസാമിയും ബന്ധപ്പെട്ടവരുമൊക്കെ അതിന്റെ പിരിവിന് പോകുമ്പോൾ ആ ആശയം കൊണ്ടുവന്നുകൊണ്ട് മുഅല്ലിംകളെ ഈ രംഗത്ത് പിടിച്ചു നിർത്താൻ ഒരു ക്ഷേമനിധി ആവശ്യമാണെന്ന് പറഞ്ഞുകൊണ്ട് സമൂഹത്തിൽ അത് ബോധവൽക്കരണം നടത്തിയത് അദ്ദേഹമാണ്. 83-ൽ മലപ്പുറത്ത് നടന്ന സമ്മേളനം വിജയിപ്പിച്ചെടുക്കാൻ അദ്ദേഹം കഠിനാധ്വാനം ചെയ്തു. ആ രീതിയിൽ ആ സമ്മേളനം വിജയിക്കുകയും ചെയ്തു. 987-ലാണ് പിന്നെ സമത്വയുടെ ഒരു മഹാസമ്മേളനം കുറ്റിപ്പുറത്ത് നടക്കുന്നത്. ആ സമ്മേളനം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞാനൊക്കെ അതിന്റെ പ്രചരണ പരിപാടിയിൽ സജീവമായി പങ്കെടുത്തതാണ്. അന്ന് പ്രചരണ വാഹന ജാഥയിൽ പണ്ഡിതന്മാർക്കൊപ്പം അദ്ദേഹത്തിന്റെ രോഗം കാണാൻ വന്ന ഓർമ്മ എനിക്കുണ്ട്. ആ രോഗം കാണാൻ വരുമ്പോൾ ബഹുമാനപ്പെട്ടവർ ക്ഷീണിച്ചിരിക്കുകയാണ്. അദ്ദേഹം വളരെ വേദനയോടുകൂടി വിഷമത്തോടുകൂടി ആ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ കഴിയാത്തതിന്റെ വിഷമം പങ്കുവച്ചു. ആ വിഷമം പങ്കുവെച്ചുകൊണ്ട് അദ്ദേഹം സംഘടനയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നിങ്ങളൊക്കെ പ്രവർത്തിക്കണം. അദ്ദേഹം അന്ന് പറഞ്ഞൊരു വാക്ക്, കസേരയിൽ ഇങ്ങനെ ഇരുന്നു കൊണ്ട് അദ്ദേഹം ഒരു കാല് മേലോട്ട് കയറ്റിവെച്ചായിരിക്കുന്ന രംഗം ഇപ്പോഴും എനിക്ക് ഓർമ്മിക്കുന്നുണ്ട്. തൃശകാത്തനായ ഒരു പണ്ഡിതൻ, വലിയ തടിയൊന്നുമില്ലാത്ത നല്ല രീതിയിൽ ബുദ്ധിശക്തിയുള്ള ആ പണ്ഡിതൻ ആ രോഗത്തിൽ വിഷമിക്കുമ്പോഴും പറഞ്ഞു, നന്നായി പ്രവർത്തിക്കണം. നമ്മുടെ സംഘടന നല്ല വേരുള്ള സംഘടനയാണ്. ജനങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്യണം. അതിനുവേണ്ടി നല്ല നല്ല പദ്ധതികൾ. അപ്പോഴും കണ്ടോ, ആ രോഗമാകുന്ന സമയത്ത് നല്ല നല്ല പദ്ധതികൾ നിങ്ങൾ നടപ്പാക്കണം. അതാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത. ഒരു നേതൃഗുണം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഒരു നേതൃഗുണം. ഏത് സമ്മേളനത്തിൽ അദ്ദേഹത്തിന്റെ നേതൃത്വമുണ്ടെങ്കിലും ആ സമ്മേളനത്തിൽ എന്തെങ്കിലും ഒരു പുതുമയുണ്ടാവും. അദ്ദേഹം ഒരു സമ്മേളനത്തിൽ പ്രസംഗിക്കുമ്പോൾ ആ പ്രസംഗത്തിൽ ഒരു പുതുമയുണ്ടാവും. കാരണം നമുക്ക് പഠിക്കാൻ എന്തെങ്കിലും പ്രധാനപ്പെട്ട പോയിന്റുകൾ ഉണ്ടാവും. ഒരു വിഷയം അവതരിപ്പിക്കുമ്പോൾ ഏത് സാധാരണക്കാരനും പണ്ഡിതനും രണ്ടു പേർക്കും എത്തിപ്പിടിക്കാവുന്ന തലത്തിലും തരത്തിലും മാത്രമാണ് അദ്ദേഹം അവതരിപ്പിക്കുക. അതായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. മാത്രമല്ല, വലിയ വലിയ പദ്ധതികൾ ആവിഷ്കരിക്കലല്ല പ്രധാനം, അത് നടപ്പാക്കാനുള്ള പ്രായോഗിക മാർഗങ്ങളും അദ്ദേഹം പറയുമായിരുന്നു. ചില സ്ഥലത്തൊക്കെ നമ്മൾ വലിയ വലിയ പദ്ധതികൾ പറയും, പക്ഷെ നടപ്പാവില്ല. പക്ഷെ ഇദ്ദേഹം അങ്ങനെയല്ല. പദ്ധതികൾ പറയുന്നതോടൊപ്പം അത് കൃത്യമായി നടപ്പാക്കാനുമുള്ള ത്രാണിത്വം അദ്ദേഹം കാണിച്ചിരുന്നു. അദ്ദേഹം തന്നെ ഇറങ്ങിച്ചെല്ലുമായിരുന്നു. കടമേരി കോളേജിലൊക്കെ ആ കോളേജ് തുടങ്ങുന്ന സമയത്ത് ശക്തമായ എതിർപ്പായിരുന്നു. കാരണം എന്താ, അങ്ങനെ ഒരു അറബി കോളേജിന്റെ സിസ്റ്റത്തിലേക്ക് സമൂഹം പോയിട്ടില്ല. ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന സ്ഥലത്ത് എങ്ങനെ വഖഫ് സ്വത്ത് കൈകാര്യം ചെയ്യുക, അവർക്ക് എങ്ങനെ വഖഫ് കൊടുക്കുക, ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് സമൂഹത്തിൽ അത്തരം പ്രവണതയ്ക്കെതിരെ പിന്തിരിപ്പൻ സമീപനം സ്വീകരിച്ചിരുന്ന വലിയൊരു സമൂഹമുണ്ടായിരുന്നു. അതും പണ്ഡിതന്മാർ. അവരെയൊക്കെ എതിർക്കുന്നതിന് പകരം പ്രയോഗത്തിലൂടെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയെന്നതാണ് എം ബഷീർ മുസ്ലിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ചെറുക്കാരായതുകൊണ്ട് അദ്ദേഹത്തിന്റെ കുടുംബജീവിതത്തെക്കുറിച്ചും വ്യക്തിജീവിതത്തെക്കുറിച്ചും ഒന്നും ഞാൻ പറയണ്ടല്ലോ. സംശുദ്ധമായ വ്യക്തിജീവിതം ഇന്ന് സമൂഹത്തിൽ അന്യമായി കൊണ്ടിരിക്കുന്ന കാര്യം അതാണ്. വിശ്വാസം നഷ്ടപ്പെടും. നേരത്തെ പി എ മൗലവി വളരെ ഗൗരവത്തോടുകൂടി ചില കാര്യങ്ങളെക്കുറിച്ച് സൂചിപ്പിച്ചു സംസാരിച്ചപ്പോൾ മനുഷ്യൻ വൈയക്തിക ബന്ധങ്ങളിൽ നന്മ കാത്തു സൂക്ഷിക്കാത്ത കാലഘട്ടമാണെന്ന്. ആർക്കും ആരെയും വിശ്വാസമില്ല. വ്യക്തിബന്ധങ്ങൾ ഒരാളും ശരിക്കും കാത്തു സൂക്ഷിക്കുന്നില്ല. കാരണം എന്താ, സാമ്പത്തികമായും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളിലും പൂർണ്ണമായ വിശ്വാസ്യത നഷ്ടപ്പെട്ടിരിക്കുന്നു. അതാണ് നമ്മൾ തിരിച്ചെടുക്കേണ്ടത്. നമ്മുടെ പണ്ഡിതന്മാർ ഈ സമൂഹത്തിന് കാണിച്ചു കൊടുത്താതാ അള്ളാഹുവിന്റെ പരിശുദ്ധ ദീൻ ഈ സമൂഹത്തിൽ പഠിപ്പിച്ചുകൊണ്ട് അവരിവിടെ ഉണ്ടാക്കി വെച്ച ഒരു ഖ്യാതിയുണ്ട്. അതാണ് സമൂഹത്തിൽ നമ്മുടെ വിശ്വാസ്യത. സമത്വ കേരള ജമിയത്തുൽ ഉലമ എന്ന് പറയുന്ന ഈ പണ്ഡിത സഭയുടെ തലപ്പത്തിരുന്ന ബഷീർ ഉസ്താദിനെ പോലുള്ള ആളുകൾ, CH ഇദ്രീസ് ഹുസൈനയുടെ പ്രവർത്തനം, അതൊക്കെ നമ്മൾക്ക് എത്രമാത്രം നേട്ടമുണ്ടാക്കി. ദാറുൽ നോക്കൂ നിങ്ങൾ. 4 പേരെ വേണമെങ്കിൽ അതിന്റെ മുമ്പിൽ നിർത്താൻ നമുക്ക് പ്രധാനമായി. ഒന്ന്, അതിർക്ക് നേതൃത്വം കൊടുത്ത ബഹുമാനപ്പെട്ട സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ, അള്ളാഹു മഗ്ഫിറത്ത് കൊടുക്കുമാറാവട്ടെ. മറ്റൊന്ന്, അത് പ്രയോഗവൽക്കരിച്ച ബഹുമാനപ്പെട്ട ബാപ്പുട്ടിയാജി. മറ്റൊന്ന് CH ഇദ്രീസ് മുസ്ലിയാരും ബഹുമാനപ്പെട്ട എം ബഷീർ മുസ്ലിയാരും. എം ബഷീർ മുസ്ലിയുടെ ബുദ്ധിയിൽ വിരിഞ്ഞതാണ് സിലബസ്. CH ഇദ്രീസ് മുസ്ലിയാർ പിൻബലം കൊടുത്തു. സമത്തിലെ 2 പഴഞ്ചം പണ്ഡിതന്മാർ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, ദാറുൽ ഹുദയിലേക്ക് എം ബഷീർ മുസ്ലിയാരും CH ഇദ്രീസ് മുസ്ലിയാരും കുട്ടികളെ ക്ഷണിക്കുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾ പരസ്യമായി പറഞ്ഞു, 12 കൊല്ലം ഒരു കുട്ടിയെ പഠിപ്പിക്കുക. 12 കൊല്ലം ഒരു കുട്ടിയെ പഠിപ്പിച്ചിട്ട് ആ കുട്ടിക്ക് SLC പോലും കൊടുക്കാതിരിക്കുക. നിങ്ങൾ ഈ കുട്ടികൾ ഇനിയും പുറകോട്ടാണോ കൊണ്ടുപോകുന്ന അവർ ചോദിച്ചൊരു ചോദ്യമാണ്. ആ ചോദ്യത്തിന് അവരാരും മറുപടി പറഞ്ഞില്ല. എം ബഷീർ മുസ്ലിയാർ പറഞ്ഞു, ഈ കുട്ടികളെ സമൂഹം ഏറ്റെടുക്കുന്ന ദിവസം വരും. സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ പ്രതീക്ഷ പ്രകടിപ്പിച്ചു. കാലം മാറിയില്ലേ? എന്റെ മുമ്പിൽ നിൽക്കുന്ന പ്രിയപ്പെട്ട സഹപ്രവർത്തകരോട് നോക്ക്, കാലം മാറി. ഈ മാനിപ്പാടത്ത് ചെറിയൊരു സ്ഥാപനം ഉയർന്നു വരുമ്പോ 12 വയസ്സുള്ള കുട്ടിയെ ഏറ്റെടുത്തുകൊണ്ട് പഠിപ്പിച്ചിട്ട് ആ 12 വയസ്സ് കഴിഞ്ഞിട്ട് ഈ കുട്ടിയെ 11 വയസ്സിൽ കുട്ടിയെ ഏറ്റെടുത്തിട്ട് 12 കൊല്ലം പഠിപ്പിച്ചിട്ട് SSLC പോലും കൊടുക്കാതെ എന്താക്കും നിങ്ങളെന്ന് ചോദിച്ചു. കാലം അവർക്ക് കൃത്യമായ മറുപടി കൊടുത്തു. എന്തായി കുട്ടികൾ? ഇന്ന് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുഞ്ചിക സ്ഥാനത്തെ കുട്ടികളുണ്ട്. നിങ്ങൾ പഠിച്ചു നോക്ക്. അവിടെ പഠിച്ച കുട്ടി SLC എഴുതാത്ത കുട്ടികൾ ആ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ പരീക്ഷ എഴുതി. അന്ന് ബാപ്പുട്ടി ഹാജിയും എം ബഷീർ മുസ്ലിയാരും CH ഇദ്രീസ് മുസ്ലിയാരൊക്കെ പറഞ്ഞ എന്താ, SSLC എഴുതിയാൽ അവർ വഴിതിരിഞ്ഞു പോകും, എഴുതാതിരുന്നാൽ ഇത് തന്നെ പഠിച്ചു പോകും.
ദീനീ രംഗത്ത് കുട്ടിയെ ഉറപ്പിച്ചു നിർത്താനാണ് SSLC എഴുതിക്കാത്തത്. എഴുതിയാൽ തിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ആ പ്രായത്തിൽ കുട്ടികൾക്ക് ഭൗതികതയോടെ താല്പര്യമുണ്ടാവുക കൃത്യമായി പറഞ്ഞു. എന്നാൽ അവർക്ക് ഉയർന്നു പോകാൻ ഒരു തടസ്സവുമില്ല. ഏത് യൂണിവേഴ്സിറ്റിയുടെയും PGയും അവർക്ക് എത്താം. ഡിഗ്രിയും PGയും ഗ്രാജുവേഷനും പോസ്റ്റ് ഗ്രാജുവേഷനും പിന്നെ PhD ഒക്കെ നേടിയില്ലേ? എത്ര കുട്ടികൾ നേടി? ഇന്ന് നോക്ക് നിങ്ങൾ, ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ന്യൂസ് നെറ്റ്വർക്കാണ് BBC, ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ. BBCയിൽ ഹുദവി ജോലി ചെയ്യുന്നുണ്ട്. BBCയിൽ ഹുദവിയെ ഇന്റർവ്യൂ ചെയ്ത് കൊണ്ടുപോയി. ഇതിന്റെ കാരണം കുട്ടിക്ക് അതിന് കഴിയുന്നവർക്ക് തോന്നി. അൽ ജസീറ ചാനലിന്റെ കോർഡിനേറ്റർമാരിൽ ഒരാൾ ഒരു ഹുദവിയ. കേരളത്തിൽ ഒരു യൂണിവേഴ്സിറ്റി വന്നപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ തലപ്പത്ത് പ്രധാനപ്പെട്ട ഓഫീസറായിരിക്കുന്ന ആരാ? അതുപോലെ തന്നെ ചേലാമലയിൽ അലിഗഡ് യൂണിവേഴ്സിറ്റിയുടെ ഓഫ് ക്യാമ്പസ് വന്നപ്പോൾ അതിന്റെ ലോ ഡിപ്പാർട്ട്മെന്റിന്റെ തലപ്പത്തിരിക്കുന്ന കുട്ടിയാരാ? ഇതൊക്കെ ഹുദവികളാ. നൈജീരിയയിൽ യൂണിവേഴ്സിറ്റി ഓപ്പൺ ചെയ്തപ്പോൾ അതിന്റെ തലപ്പത്തിരിക്കുന്നത് ഒരു ഡിപ്പാർട്ട്മെന്റ് തലവൻ, ഒരു ഹുദവി, ചെമ്മാട്ട് പഠിച്ചു പോയ ഒരു കുട്ടി. പഠിക്കണം നിങ്ങൾ. ഖത്തറിൽ പോയി നോക്ക്. ഖത്തറിലെ ഏറ്റവും പ്രധാനപ്പെട്ട അലാഖത്തുൽ ആമ എന്ന് പറയുന്ന അവിടുത്തെ പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ്, അതിന്റെ ഏറ്റവും വലിയ ചാർജുള്ള ഫൈസൽ ഹുദവി. നമ്മൾ ഈ പറയുന്നത് ചിന്തിക്കണം നിങ്ങൾ. വിദ്യാഭ്യാസപരമായി പുറകിലുള്ള ഒരു സമൂഹം, ഈ സമൂഹത്തിന്റെ ഒരു കുട്ടിയാണ് ഓക്സ്ഫോർഡ് ഡിക്ഷണറിയിൽ തിരുത്തുണ്ടെന്ന് പറഞ്ഞത്. ആ കുട്ടി പ്രൊണൗൺസിയേഷന്റെ ഒരു പുസ്തകം എഴുതിയപ്പോൾ ഈ ഡിക്ഷണറി പരിശോധിച്ച് നോക്കുമ്പോൾ അതിൽ തെറ്റുണ്ട്. അത് മെസ്സേജ് അയച്ചു, ഇമെയിൽ മെസ്സേജ് കൊടുത്തു. ഓക്സ്ഫോർഡ് ആരാ? ഓക്സ്ഫോർഡ് ഇംഗ്ലീഷിന്റെ അപ്പോസ്തലന്മാർ, ഇംഗ്ലീഷ് ഭാഷയുടെ അപ്പോസ്തലന്മാർ തിരിച്ച് മറുപടി കൊടുത്തു, നിങ്ങൾ ചെയ്തത് ശരിയാണ്, നിങ്ങൾക്ക് നന്ദി. ആ കുട്ടിയെ അഭിനന്ദിച്ചു അവര്. ആ കുട്ടി പഠിക്കുന്നത് എവിടെയാ? ആ കുട്ടി പഠിപ്പിക്കുന്നത് എവിടെയാ? പഠിച്ചത് ദാറുഹുദയിൽ. പഠിപ്പിക്കുന്നതോ ബഹുമാനപ്പെട്ട നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായിരുന്ന തൃപ്പഞ്ച് ഉസ്താദിന്റെ നാമധേയത്തിൽ അറിയപ്പെടുന്ന സ്ഥാപനത്തിൽ. ആത്മീയതയും ഭൗതികതയും ഒരുപോലെ കൊണ്ടു നടക്കുന്നവരാ നമ്മൾ. തൃപ്പഞ്ച് ഉസ്താദിന്റെ പേരിൽ അറിയപ്പെടുന്ന സ്ഥാപനത്തിൽ, ഇന്ന് മനോഹരമായ സ്ഥാപനത്തിൽ 2 വിദ്യാഭ്യാസവും. കേരളത്തിൽ അറിയപ്പെടുന്ന സൂഫിയരാണ് അത്തിപ്പറ്റ മൊയ്തീൻകുട്ടി മുസ്ലിയാർ. അള്ളാഹു ദീർഘായുസ് കൊടുക്കുമാറാവട്ടെ. ഒരു ഭാഗത്ത് ദിക്ർ ഹൽക്ക, മറുഭാഗത്ത് അദ്ദേഹത്തിന്റെ ആത്മീയ ശിക്ഷണം, അതോടൊപ്പം തന്നെ നല്ല ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. നിങ്ങളത് പോയി നോക്ക് ഗ്രേസ് വാലിയിലേക്ക്. ഒരു ഭാഗത്ത് നല്ല ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, ഇംഗ്ലീഷ് മീഡിയം കോളേജ്, ഇപ്പുറത്തോ ദിക്ർ ഹൽക്ക, സ്വലാത്തിന്റെ മജ്ലിസ്, ത്വരീഖത്തിന്റെ സഭ. നിങ്ങൾ പോയി നോക്ക് വിദേശത്ത് ദാറുഹുദ സ്കൂൾ, UAE ഏറ്റവും പ്രധാനമായ സ്കൂളാണ് അല്ലയിൽ. ഞങ്ങളൊക്കെ ചെന്നാൽ അവിടെയാണ് ഇതുപോലെ സംഘടനാ യോഗം നടത്തുക, അവിടെയാണ് ദിക്ർ ഹൽക്ക നടത്തുക, അവിടെയാണ് മൗലിദ് നടത്തുക. അവിടെ തന്നെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളും അവിടെ തന്നെ ഇംഗ്ലീഷ് മീഡിയം നഴ്സറിയും ഒക്കെ. മതവിദ്യാഭ്യാസവും ഭൗതിക വിദ്യാഭ്യാസവും 2 കൈകളിൽ ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു പ്രസ്ഥാനം സമത്വ കേരള ജമിയത്ത് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത. വാഫി കോഴ്സ് നോക്ക് നിങ്ങൾ. വാഫി കുട്ടികൾ എവിടേക്ക് എത്തി? ഇന്ത്യയിൽ തന്നെ, ലോകത്ത് തന്നെ മികച്ചൊന്നു. 5 കുട്ടികൾ കെയ്റോ യൂണിവേഴ്സിറ്റിയിൽ നിന്നും അവർ ഡോക്ടറേറ്റ് നേടിയിറങ്ങി, PhD നേടിയിറങ്ങിയവര് 5 വാഫി കുട്ടികൾ. കുവൈറ്റ് ന്യൂസ് ഏജൻസിയുടെ 1 and only റെപ്രസെന്റേറ്റീവ് ഇൻ ഇന്ത്യ, അതൊരു വാഫിയാണ്. കേരള ഹൈക്കോടതിയിൽ ട്രാൻസ്ലേറ്റർ ഉണ്ട് വാഫി. പഠിക്കണം നിങ്ങൾ. നമ്മൾ ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒമാൻ എക്കണോമിക് റിവ്യൂവിലുണ്ട് ഒരു വാഫി. കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുക. സമത്വ കേരള ജമിയത്ത് നമ്മുടെ വിദ്യാഭ്യാസ വിപ്ലവത്തിന് കടപിടിക്കാനും നടക്കാൻ പറ്റുക. ആർക്കും കഴിയാത്ത വിധം വലിയൊരു വിദ്യാഭ്യാസ വിപ്ലവം നമ്മൾ നേടിയെടുത്തു. ഏത് ഗ്രാമത്തിൽ ചെന്ന് നോക്ക്, പ്രാഥമിക മദ്രസ നമ്മുടെ കയ്യിലാണ്. 1 മുതൽ 10 വരെയുള്ള മദ്രസകൾ, 5 വരെയുള്ളതും 7 വരെയുള്ളതൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ അറബി കോളേജുകൾ ഏറ്റവും കൂടുതൽ സമത്വയുടെ കയ്യിലാണ്. ഏറ്റവും കൂടുതൽ പണ്ഡിതന്മാരുടെ ഷിആറുള്ള ആളുകൾ നമ്മുടെ കയ്യിലാണ്. ഈ മുത്തഅല്ലിമീങ്ങളെ തന്നെ നോക്ക് നിങ്ങൾ. വളർന്നു വരുന്ന വലിയ തലമുറ അള്ളാഹുർക്ക് ഖൈർ പ്രദാനം ചെയ്യുമാറാവട്ടെ. ഈ ഒരു ഖ്യാതി, ഈ ഒരു ബേസ് കേരളത്തിൽ സമത്വം നേടിയെടുത്തത് എങ്ങനെയാ? ആ നേടിയെടുത്തത് ഇത് ഉയർത്തിപ്പിടിച്ച ആദർശത്തിന്റെ വിശുദ്ധി കൊണ്ടും നേതാക്കളുടെ മഹിമ കൊണ്ടുമാണ്. ആദർശം നമ്മൾ മുന്നോട്ട് വെച്ചത് ഒന്നും പുതിയതല്ല. അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്താണോ സമുദായത്തെ പഠിപ്പിച്ചത്, അത് നമ്മുടെ സമുദായത്തെ സമത്വയും പഠിപ്പിക്കുന്നു. ഒന്നും സമത്വം കൂട്ടിച്ചെത്തിട്ടില്ല, ഒന്നും സമത്വം കുറച്ചിട്ടില്ല. ഈ സമത്വ കേരള ജമിയത്തുലമ ജനങ്ങളെ ഇത്ര വേരുന്നാൽ എന്താ കാരണം? കാരണം മറ്റൊന്നുമല്ല, ഈ സമത്വ കേരള ജമിയത്തുലമ ഉയർത്തിപ്പിടിച്ച ആദർശത്തോടൊപ്പം ഇത് കൊണ്ടു നടന്ന നേതാക്കളുടെ ജീവിത വിശുദ്ധി. നമ്മുടെ നേതാക്കളുടെ ജീവിത വിശുദ്ധിയുടെ പ്രത്യേകത. നമ്മുടെ നേതാക്കൾ എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കണ്ണേത്ത് ഉസ്താദ് ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു കറാഹത്ത് ചെയ്യാത്ത മനുഷ്യൻ. അമുസ്ലിങ്ങളോട് പോലും നമ്മൾ ചോദിച്ചാൽ അവരെ കുറിച്ച് മതിപ്പേ പറയും. എന്താ കാരണം? മൻ ഖാഫല്ലാഹ ഖാഫഹു കുല്ലു ഷൈ. അള്ളാഹുവിനെ ഭയപ്പെടുന്നവരെ മുഴുവൻ ആളും ഭയപ്പെടും. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് അവരുടെ പ്രത്യേകത. ആ രീതിയിൽ നമ്മുടെ നേതാക്കൾ സമൂഹത്തിൽ മാതൃകകളാണ്. അവർ പടച്ച റബ്ബിനോട് വല്ലതും ചോദിച്ചാൽ റബ്ബ് അത് അംഗീകരിച്ചു കൊടുക്കും. നിങ്ങൾക്കറിയില്ലേ, ബഹുമാനപ്പെട്ട റഈസുൽ മുഹഖഖീൻ പുളിക്കലുണ്ടല്ലോ ചെറുമുറ്റത്തെ ദുആ ചെയ്യാൻ കൊണ്ടുവന്നു. മഴയില്ലാത്ത സമയത്ത് ദുആ ചെയ്യാൻ കൊണ്ടുവന്നപ്പോ കണ്ണീത്ത് ഉസ്താദ് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തു, അല്ലാഹുമ്മ സ്കിനൽ ഉഇത വറഹ്മത വലാ തജ്അൽനാ മിനൽ ഖാനിതീൻ. അല്ലാഹുവിനോട് അകമഴിഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ടവർ മഴയ്ക്ക് വേണ്ടി തേടുകയാണ്. ആ മഴയ്ക്ക് വേണ്ടിയുള്ള ദുആ അവസാനിച്ചു. ജനങ്ങളൊക്കെ എഴുന്നേറ്റുകൊണ്ട് കണ്ണീത്ത് ഉസ്താദിന്റെ ദുആ കഴിഞ്ഞു. ജനങ്ങളൊക്കെ പോവുകയാണ്. ആളുകൾ മുഴുവൻ പോകാൻ നിൽക്കുന്ന സമയത്തതാ ബഹുമാനപ്പെട്ട റഈസുൽ മുഹഖഖീൻ താൻ ഇരിക്കുന്ന സ്ഥലത്തിരുന്നുകൊണ്ട് പടച്ച റബ്ബിനോട് വളരെ സങ്കടം പറയുന്ന പോലെ പറഞ്ഞ ഒരു വാക്കുണ്ട്,
മഹാനവർകൾ അവിടെ ഇരുന്നു കൊണ്ട് പറഞ്ഞു, അല്ലാഹുവേ, ഞാൻ നിന്നെ കണ്ടുകൊണ്ട് ദുആ ചെയ്തതാണ്, നീ മഴ തരാതെ അഹമ്മദ് ഇവിടുന്ന് എഴുന്നേൽക്കില്ല കേട്ടോ. പടച്ചവനെ, ഞാൻ നിന്നെ കണ്ടുകൊണ്ട് ദുആ ചെയ്തതാണ്, നീ മഴ തരാതെ അഹമ്മദ് ഇവിടുന്ന് എഴുന്നേൽക്കൂല. ഒന്ന് ചിന്തിക്കണം. മഴയ്ക്ക് വേണ്ടി ജനങ്ങളൊക്കെ ആഗ്രഹിച്ച് ഒരുമിച്ചുകൂടി. കണ്ണിയത്ത് ഉസ്താദ് ദുആ ചെയ്തു. ദുആ ചെയ്ത ശേഷം ഇരുന്നു കൊണ്ട് കണ്ണിയത്ത് പറഞ്ഞ വാക്കാണത്. അത് ജനങ്ങളോട് പറഞ്ഞതല്ല, പടച്ചറബിനോട് സ്വകാര്യം പറഞ്ഞതാണ്. പക്ഷെ മൈക്കോക്ക ഓഫാക്കാത്തത് കൊണ്ട് ജനങ്ങളത് കേട്ടു. പോയവരൊക്കെ തിരിച്ചു വന്നിരുന്നു. പോയ മനുഷ്യരൊക്കെ തിരിച്ചു വന്ന് അതുപോലെ സീറ്റിൽ ഇരുന്നു കൊണ്ട് കണ്ണിയത്ത് ദുആ ചെയ്തിട്ടുണ്ട്. മഴ പെയ്യും, മഴ പെയ്തിട്ടേ കണ്ണിയത്ത് എഴുന്നേൽക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മഴ പെയ്യും. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം. അപ്പോഴെങ്ങാനും മഴ പെയ്തില്ലെങ്കിൽ കണ്ണിയത്ത് ഉസ്താദ് വഷളാകും, സമത്വ വഷളാകും, ആലിമിന്റെ വില പോകും. അള്ളാഹുവിനോട് ആ പറഞ്ഞ വാക്ക് പറഞ്ഞതാരാ? നമ്മളെപ്പോലത്തെ ഒരാളല്ല, കണ്ണിയത്ത് ഉസ്താദാണ്. ആ വാക്ക് പടച്ചറബ് സ്വീകരിച്ചുകൊണ്ട് ഒരു 5 മിനിറ്റ് കൊണ്ട് അവിടെ വമ്പിച്ച മഴ പെയ്തു. ശ്വാസമടക്കി പിടിച്ചുകൊണ്ട് 5 മിനിറ്റ് മാത്രമേ ജനങ്ങളിൽ നിന്നുള്ള വമ്പിച്ച മഴ. ഒരു പ്രദേശത്തും അപ്പൊ മഴയില്ല, അവിടെ മാത്രം. ആ മഴ കൊണ്ടുകൊണ്ടാണ് പലരും പിരിഞ്ഞു പോയത്. നിങ്ങൾ ചെറുമുറ്റത്ത് പോയാൽ ഇന്നും കണ്ണിയത്ത് ദുആ ചെയ്തിട്ട് മഴ കൊണ്ട ആ മഴത്തുള്ളി കൊണ്ട തലനിരച്ച കാരണവന്മാർ ജീവിച്ചിരിപ്പുണ്ട് അവിടെ. അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുദൂതർ പഠിപ്പിച്ചു, ഇന്ന മിൻ ഇബാദില്ലാഹി മൻ ലൗ അഖ്സമ അലല്ലാഹി ലഅബറ. ഇന്ന മിൻ ഇബാദില്ലാഹി മൻ, അള്ളാഹുവിന്റെ അടിമകളിൽ ചില മനുഷ്യരുണ്ട്, ലൗ അഖ്സമ അലല്ലാഹ്, പടച്ചറബിൽ ആണയിട്ടുകൊണ്ട് അവരൊരു കാര്യം പറഞ്ഞാൽ ലഅബറഹു, റബ്ബ് നടപ്പാക്കി കൊടുക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. അള്ളാനെ വിളിച്ചുകൊണ്ട് അവരൊരു കാര്യം പറഞ്ഞാൽ പടച്ചറബ് നടപ്പാക്കി കൊടുക്കും. പടച്ചറബ് കൃത്യമായി ആ ഉദ്ദേശം അങ്ങ് നടപ്പാക്കി കൊടുത്തു. അപ്പോഴാ മഴ പെയ്തത്. ആ മഴ ശരിക്കങ്ങ് പെയ്യുന്ന രംഗത്തെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു നോക്കും. നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? അതാണ് അള്ളാഹു ഒരു മനുഷ്യന് കൊടുക്കുന്ന ഏറ്റവും വലിയ നിഅമത്ത്. ഇങ്ങനെ വിശ്വാസമുള്ള മനുഷ്യന്മാർ സമത്വം നടത്തിയാൽ അതിന്റെ പാള് നിൽക്കൂലേ? ആ കണ്ണിയത്ത് ഉസ്താദിൽ വിശ്വാസമില്ലെന്ന് പറഞ്ഞ് സമത്തിൽ നിന്ന് മാറിപ്പോയ ആളുകൾ നമ്മുടെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ ഒന്ന് തിരിച്ചു ചിന്തിക്കണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഒന്ന് തിരിച്ചു ചിന്തിക്കണം. കാരണം കണ്ണിയത്ത് ഉസ്താദിന്റെ വ്യക്തിത്വത്തെ ആക്ഷേപിച്ചുകൊണ്ട് അദ്ദേഹത്തെ മാറ്റി നിർത്തിക്കൊണ്ട് 93 അദ്ദേഹം മരിക്കുമ്പോൾ 89 അദ്ദേഹത്തെ കൈയൊടിച്ചു പോകേണ്ട ഒരു കാര്യവുമില്ലല്ലോ. ആ മഹാന്റെ പാത പിന്തുടരൽ തന്നെയല്ലേ ശരി? അതല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത്? എന്നതുപോലെ നിങ്ങൾ നോക്ക്, നമ്മളെ നയിച്ച ഓരോ നേതാക്കളും ഇപ്പൊ അടുത്ത് നമ്മളിന്ന് വിട പറഞ്ഞ ബഹുമാനപ്പെട്ട സൈനുൽ ഉലമ ചെറുശ്ശേരി അല്ലാഹുവേ മഗ്ഫിറത്ത് നൽകണേ തമ്പുരാനെ. ജീവിതകാലം മുഴുവൻ ബഹുമാനപ്പെട്ടവർ സമത്വക്ക് വേണ്ടി ഖിദ്മത്ത് ചെയ്ത ആളാണ്. പണ്ഡിത ലോകത്ത് ഇത്ര തിളങ്ങുന്നൊരു മനുഷ്യൻ. ആരും അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തെ അംഗീകരിക്കുമായിരുന്നു. എല്ലാവരും അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തെ അംഗീകരിക്കാത്ത ആളുകൾ വളരെ കുറവാണ്, ഏത് എതിരാളിയാണെങ്കിൽ പോലും. കാരണം അത്രമാത്രം ഫിഖ്ഹിന്റെ വിഷയത്തിൽ പാണ്ഡിത്യം. ചെറുശ്ശേരി മുഹമ്മദ് മുസ്ലിയാർ എന്ന് പറയുന്ന പിതാവ് ചെറുപ്പത്തിലെ പള്ളി ദർസിൽ അദ്ദേഹത്തെ പഠിപ്പിച്ച 7 കൊല്ലം ഉസ്താദിന്റെ അടുത്താണ് പഠിച്ചത്. പിന്നെ 2 കൊല്ലം മഞ്ചേരി ഓങ്ങൽ അബ്ദുറഹ്മാൻ മുസ്ലിയാർ അടുത്ത്. മഞ്ചേരി ഓങ്ങൽ അബ്ദുറഹ്മാൻ മുസ്ലിയാർ വലിയ പണ്ഡിതനായിരുന്നു. ഓങ്ങൽ അബ്ദുറഹ്മാൻ മുസ്ലിയാർ അടുത്തേക്ക് ചെറുശ്ശേരി ഉസ്താദ് ഓതാൻ പോയ കഥ വളരെ രസകരമാണ്. ചെറുശ്ശേരി ഉസ്താദ് അവിടെ ചെല്ലുന്ന സമയത്ത് ഓങ്ങൽ അബ്ദുറഹ്മാൻ മുസ്ലിയാർ സ്ഥലത്തില്ല. അവിടുത്തെ ഖത്തീബുണ്ട്, അദ്ദേഹത്തിന്റെ കുടുംബക്കാരൻ തന്നെ. ഓങ്ങൽ ഉസ്താദിന്റെ കുടുംബക്കാരൻ ജേട്ടന്റെ ഖത്തീബുണ്ട് അവിടെ. പിന്നെ അവിടെയുള്ള പള്ളിയിൽ ജോലി ചെയ്യുന്ന ഇമാമും ബന്ധപ്പെട്ട ആൾക്കാരുണ്ട്. ഇവര് ഫത്വ ചോദിക്കാൻ വന്ന ഒരു കൂട്ടരുമായിട്ട് ചർച്ച ചെയ്യുമ്പോഴാണ് ഇദ്ദേഹം ചെല്ലുന്ന. ഉസ്താദ് അവിടെ ഇല്ല. അപ്പൊ ഈ ഫത്വന്റെ ചർച്ച ഇദ്ദേഹം കേട്ടിരുന്നു. ഫറായിദിന്റെ മസല, സ്വത്തവകാശം. അപ്പൊ അവരിതിങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ അദ്ദേഹം അതിൽ ഇടപെട്ടിട്ട് സത്യാവസ്ഥ ശരിക്കും ഇന്ന കിതാബിൽ ഇന്ന സ്ഥലത്തിന് കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഇയാളെ ശ്രദ്ധിക്കും, ഇതാരാ? ഒരു മുത്താലിം ഓതാൻ വന്ന ആളെ, ചെറുപ്പക്കാരനാണ്. ആ മുത്താലിമിനെ പരിചയപ്പെട്ടു. അപ്പൊ അന്നൊക്കെ മുത്താലിമികൾ എന്ന് പറഞ്ഞാൽ ഇവർ നമ്മളെ പോലെയല്ല. ഇന്നിപ്പോ മുത്താലിമ് പള്ളിയിൽ ചെന്ന് കിട്ടിയാൽ മതി, വസ്ത്രവും ഭക്ഷണവും സൗകര്യം കൊടുത്ത് കോമ പഠിപ്പിച്ചോളും. അന്നങ്ങനെയല്ല. അന്ന് പള്ളിയിൽ ചെന്നാൽ ഒരാഴ്ചയോ 2 ആഴ്ചയോ നിർത്തും. എന്നിട്ട് കിതാബ് ഓതി തരുമ്പോൾ ഇത് തലയിൽ കയറുന്നുണ്ടോ നോക്കും. ഇവനെ പറ്റുമോ? പറ്റൂരെങ്കിൽ പോകാൻ പറയും. അഡ്മിഷൻ ഉണ്ടാവില്ല. പ്രൊഫഷണൽ കോളേജിൽ അഡ്മിഷൻ കിട്ടും പോലെ പ്രയാസമായിരുന്നു വലിയ പള്ളി ദർസിൽ അഡ്മിഷൻ കിട്ടാൻ. ഇന്നങ്ങനെയല്ല. ഇന്നിപ്പോ ഒന്നും പഠിച്ചില്ലെങ്കിലും പള്ളിത്തുവത്തിൽ പോയി കിടന്നുറങ്ങിയാലും കിട്ടും, ഭക്ഷണം വസ്ത്രവും സൗകര്യമൊക്കെ കിട്ടും. ഒന്നും പഠിച്ചോളണമെന്നില്ല. ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തില്ല. നിങ്ങളൊക്കെ ബുദ്ധിമാന്മാരും തന്റേടികളുമായതുകൊണ്ടാണ് സ്ഥാപനത്തിൽ വന്നത്. മറിച്ച് പണ്ടങ്ങനെയല്ല, ദിശനയില്ലെങ്കിൽ പറഞ്ഞേക്കും. അപ്പൊ ഇദ്ദേഹം ഈ ഫറായിദിന്റെ മസല കൃത്യമായി പറഞ്ഞപ്പോ ഖത്തീബ് പറഞ്ഞത്ര ഇയാൾ പോയാലും ഇയാളെ വിടാൻ പാടില്ല, ഇവിടെ തന്നെ പഠിപ്പിക്കണം എന്നാണ്. 2 കൊല്ലം അവിടെ പഠിച്ചു. ആ 2 കൊല്ലം പഠിച്ചുകൊണ്ടിരിച്ച് അവിടുന്ന് നേരെ കോടങ്ങാട്ട് ദർസ് തുടങ്ങുക. കോടങ്ങാട് ദർസ് തുടങ്ങിയിട്ട് പിന്നെ 1 കൊല്ലം ലീവ് എടുത്തിട്ട് ചാലിയത്ത് പോയിട്ട് പഠിച്ചു. ബഹുമാനപ്പെട്ട ചാലിയത്ത് ഏന്തിൻകുട്ടി മുസ്ലിയാർ ദർസിൽ അദ്ദേഹം 1 കൊല്ലം പഠിച്ചു. എന്തിന്? പ്രത്യേകപ്പെട്ട റിസാലയും ഷഹ്മീനിയും ഓതാൻ വേണ്ടി മാത്രം. ആ 2 കിതാബ് ഓതാൻ വേണ്ടി ബഹുമാനപ്പെട്ടവർ പള്ളി ദർസിൽ 1 കൊല്ലം ലീവ് എടുത്തു. ജോലി കിട്ടിയ ആൾക്കാർ ലീവ് എടുക്കാറുണ്ടോ? ലീവ് എടുത്ത് പോയിട്ട് പഠിച്ചു വന്നു. അദ്ദേഹം കോടങ്ങാട്ട് ദർസ് നടന്ന കാലത്ത് ഖുത്ബ ഓതുമ്പോ
കണ്ണിയത്ത് ഉസ്താദ് ജുമാക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ ബഹുമാനപ്പെട്ട ഒരു ഖുത്ബ ഓതുന്നുണ്ട്. കണ്ണിയത്ത് ഉസ്താദ് ഒക്കെ കേട്ടു. കേട്ടൊക്കെ ഏതാണ് ഈ മുസ്ലിം എന്ന് ചോദിച്ചു. അത് ചെറുശ്ശേരി മുഹമ്മദ് മുസ്ലിയുടെ മകനാണെന്ന് പറയുമ്പോൾ ചെറുശ്ശേരി മുഹമ്മദ് മുസ്ലിയെ കണ്ണിയത്തിനോട് കൂടെ ഓതി പഠിച്ചാളാ. ചെറുശ്ശേരി ഉസ്താദിന്റെ ബാപ്പ കണ്ണിയത്ത് ഉസ്താദിന്റെ സഹപാഠിയാ. അപ്പൊ കണ്ണിയത്ത് നാട്ടുകാരോട് പറഞ്ഞത്രേ മൂർഖന്റെ കുട്ടി മൂർഖൻ തന്നെയാണ് എന്ന് പറഞ്ഞു തരാം. അങ്ങനെ തരാം പറഞ്ഞത്. അങ്ങനെ പറഞ്ഞു മൂർഖന്റെ കുട്ടി മൂർഖൻ തന്നെയാണ് എന്ന് പറഞ്ഞു. അത്ര വലിയൊരു അംഗീകാരമാണ്. ആ അംഗീകാരം ശരിക്കും ബഹുമാനപ്പെട്ട കണ്ണിശേഖരത്തിന് കൃത്യമായ മറുപടി കൊടുക്കാൻ കെൽപ്പുള്ളൊരു പണ്ഡിതൻ. ഫറായിദിന്റെ മസലക്ക് ആര് ചോദിച്ചാലും കൃത്യമാണ്, എവിടെ ചോദിച്ചാലും കണിശമാണ്. വക്കീലമാർക്ക് അദ്ദേഹത്തെ നേരിട്ട് കാണാൻ വരാറുണ്ട്. അദ്ദേഹത്തിന്റെ വീട്ടിൽ അഭിഭാഷകർ വന്നുകൊണ്ട് ഇസ്ലാമിക സ്വത്തവകാശ മസലകളെ കുറിച്ച് ചോദിക്കാറുണ്ട്. അത്ര വലിയ ആഴത്തിൽ അദ്ദേഹത്തിന്റെ പാണ്ഡിത്യം. നിങ്ങൾ ഏത് ഫിഖിന്റെ മസല ചോദിച്ചു നോക്കൂ, കൃത്യമായി അദ്ദേഹം പറയല്ലോ. അദ്ദേഹം നമ്മുടെ സമൂഹത്തിൽ പ്രവർത്തിച്ചപ്പോ അദ്ദേഹം കാണിച്ചെന്ന ഒരുപാട് മാതൃകയുണ്ട്. എല്ലാ വിഭാഗം ആളുകൾക്കും അദ്ദേഹത്തോട് വലിയ മതിപ്പാണ്. ആ മതിപ്പ് അത് പണ്ഡിതൻ എന്ന രീതിയിൽ ഒരു പണ്ഡിതനെ മനസ്സിലാക്കാൻ പണ്ഡിതന് മാത്രമേ കഴിയൂ. ഞാനൊരു സംഭവം പറയട്ടെ, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ചെമ്മാട് മഹലിലുണ്ടായ പ്രശ്നത്തിന്റെ പശ്ചാത്തലത്തിലുണ്ടായ സംഭവം. ചെമ്മാട് ബഹുമാനപ്പെട്ട ഒരു ദർസ് നടത്തിക്കൊണ്ടിരിക്കുക. മുത്താലിമീങ്ങളും അതുപോലെ തന്നെ മുദരിസുമാരൊക്കെ മനസ്സിലാക്കേണ്ടതിനേക്കാൾ സാധാരണക്കാർ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ചെമ്മാട്ട് മഹലിൽ അദ്ദേഹം മുദരിസായി നിൽക്കുന്ന സമയത്ത് ചെമ്മാട് മഹലിൽ നമ്മുടെ സംഘടനാപരമായൊരു തർക്കം വന്നു. സമത്വ കേരള ജമിയത്തിലും എന്ന് മാറ്റി നിർത്തപ്പെട്ട ഒരു വിഭാഗം ആളുകളുണ്ടല്ലോ. ഈ മാറ്റി നിർത്തപ്പെട്ട വിഭാഗം ആളുകൾ അതിശക്തമായി വാദിച്ചു, കമ്മിറ്റി ഉണ്ടാക്കുമ്പോൾ ഞങ്ങൾക്കും പ്രാതിനിധ്യം വേണം. ഞങ്ങളിവിടെ 75% ഉണ്ട്. 75% ഞങ്ങൾക്ക് കമ്മിറ്റിയിൽ പ്രാതിനിധ്യം വേണമെന്ന് പറയും. ഇപ്പൊ അങ്ങനെയുള്ള കമ്മിറ്റിയിൽ വീതം പങ്കുവെച്ച് പിന്നെ കാലാകാലവും കച്ചറയിൽ നടക്കലാണല്ലോ. ചെമ്മാട് യു ബാപ്പുട്ടി ഹാജി അവരോട് പറഞ്ഞു, ഈ മഹലിൽ നിങ്ങൾ എത്രയുണ്ട്, ഞങ്ങൾ എത്രയുണ്ട് എന്നുള്ളത്, സമത്വക്കാർ എത്രയുണ്ട്, അല്ലാത്തവർ എത്രയുണ്ട് എന്നൊരു കണക്കെടുപ്പ് നടത്താൻ മതി. സൗമ്യനായി അദ്ദേഹം ഒരു കണക്കെടുപ്പ് നടത്തിയിട്ട് 49% നിങ്ങളാണെങ്കിൽ ഈ പള്ളി ഞങ്ങളാ ഭരിക്കുക. അതിലേക്ക് പിന്നെ വേറെ കമ്മിറ്റിക്കാർ ആവശ്യമില്ല. സ്വരച്ചേർച്ച ഇല്ലാത്തവർ ഒന്നിച്ച് കമ്മിറ്റിയിൽ ഇരുന്ന ഒരു കാര്യം നടക്കൂല. 51% നിങ്ങളുണ്ടെങ്കിൽ പള്ളി നിങ്ങൾ ഭരിച്ചോ, ഞങ്ങൾ വേറെ പള്ളി ഉണ്ടാക്കി പോയിക്കോളാം, ഞങ്ങൾ നിങ്ങളെ കൂടെ കൂടാൻ നിൽക്കണില്ല. തർക്കം വേണ്ട. 51% നിങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഭരിച്ചോളി, 49% നിങ്ങളാണ് നിങ്ങൾ മാറിത്തരണം. 49% ഞങ്ങളാണെങ്കിൽ ഞങ്ങൾ വേറെ പള്ളി ഉണ്ടാക്കും. അതിന് മധ്യസ്ഥരെ വെച്ച് ചർച്ചയായി ഇലക്ഷൻ നടത്താൻ തീരുമാനിച്ചു. ഇലക്ഷൻ നടത്താനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുങ്ങി. അപ്പോഴാണ് ഒരു പുതിയ പ്രശ്നം വരുന്നത്. ആ പ്രദേശത്ത്, ഏത് പ്രദേശത്തുണ്ടാവും, സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർക്ക് മാത്രമേ വോട്ടവകാശമുള്ളൂ മഹലിൽ. അഖിലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രവർത്തകർക്ക് മാത്രമേ വോട്ടവകാശമുള്ളൂ. അപ്പൊ അഖിലുസുന്നത്തിൽപ്പെട്ട ആളാണോ അതോ ബിദ്അത്തിന്റെ ആളാണോ തിരിയാത്ത കുറച്ച് ആൾക്കാരുണ്ടാവും. അവർ സജീവമായി ഒരു ബിദ്അത്തിന്റെ ആളാവൂല, എന്നാൽ അവർ സജീവമായി സുന്നത്ത് ജമാഅത്തിന്റെ പക്ഷത്തുണ്ടാകും. എവിടെ നിൽക്കണമെന്നറിയില്ല, അങ്ങനത്തെ കുറച്ച് ആൾക്കാരുണ്ടാവും. അവരെ കുറിച്ച് ഒന്നും മനസ്സിലാക്കാൻ കഴിയില്ല. അവർക്ക് വോട്ട് വേണോ വേണ്ടേന്നാ തർക്കം. അത് മധ്യസ്ഥന്മാർ ചർച്ച ചെയ്ത് അവസാനം മധ്യസ്ഥന്മാർ തന്നെ തീരുമാനിച്ചൊരു കാര്യം ചെയ്യാം. അവരെ കുറിച്ച് നമുക്കൊരു പണ്ഡിതനോട് ചോദിക്കാം. രണ്ട് പക്ഷത്തുനിന്നും ആളുകളുണ്ട്, സമത്വക്കാരുണ്ട്, സമത്തിന്റെ അപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാർ 2 കൂട്ടരുണ്ട്. സുന്നികൾ എന്ന് പറഞ്ഞ 2 കൂട്ടർ മധ്യസ്ഥരുണ്ട്. ആ 2 കൂട്ടരും ഒരുമിച്ച് കൂടിക്കൊണ്ട് തീരുമാനിച്ചു ഒരു പണ്ഡിതൻ ഈ വിഷയത്തിൽ എന്താ അഭിപ്രായം പറഞ്ഞു. പറയാനാണ് ഞാനത് പറഞ്ഞത്. ഒരു പണ്ഡിതൻ ഈ വിഷയത്തിൽ എന്ത് പറയുന്നു എന്ന് ചോദിക്കാൻ നമുക്ക് തീരുമാനിക്കാം. അങ്ങനെ പറഞ്ഞപ്പോ മധ്യസ്ഥയിൽപ്പെട്ട ഒരാളെന്ന് UP പോക്കരാജ് പറഞ്ഞു അത്ര, അദ്ദേഹം മരിച്ചുപോയി. UP പോക്കരാജ് പറഞ്ഞു അത്രേ, അതിനെന്തിനാ നമ്മൾ വേറെ തേടി പോകുന്ന, ചെറുശ്ശേരി ഉസ്താദ് വിടണ്ടല്ലോ നമ്മുടെ പള്ളിയിൽ, അദ്ദേഹത്തോടെ അങ്ങ് ചോദിച്ചാൽ പോരേന്ന് വെച്ചു. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന കുറച്ച് മറുപക്ഷത്തെ ആളുകൾ അത് പറ്റില്ല, നിങ്ങളാളാ, അദ്ദേഹത്തോട് ചോദിച്ചാൽ പറ്റില്ല, വേറെ ആളോട് ചോദിക്കണം എന്നോ. അതെന്താ മസലൊക്കെ ഒരുപോലെയല്ലേ, ആരോട് ചോദിച്ചാലും എന്ന് ഇവരൊക്കെ പറഞ്ഞു നോക്കിയിട്ട് സംഭവിച്ചില്ല, വാശി പിടിച്ച് വേറെ പോണെന്നോ. ആയിക്കോട്ടെ. അങ്ങനെ അവസാനം അവർ തെരഞ്ഞെടുത്തത് ഏന്തിൻകുട്ടി മുസ്ലിയാണ്. ഓക്കെ, അങ്ങനെ ഏന്തിൻകുട്ടി മുസ്ലിനടുത്ത് പോകാൻ തീരുമാനിച്ചു. 2 കൂട്ടരും 2 ഭാഗത്തുള്ള മധ്യസ്ഥരും ഒന്നിച്ചു കയറി ചെന്നവിടെ ഇറങ്ങി കഴിഞ്ഞ ഉടനെ സലാം പറഞ്ഞു, എവിടുന്നാന്ന് വെച്ചു. ഞങ്ങൾ ചെമ്മാട്ടുന്ന. എന്തേ വന്നു എന്ന് വെച്ചാൽ ഞങ്ങൾ മസലാപരമായ കാര്യന്നേ പറഞ്ഞു, ബാക്കി പറഞ്ഞില്ല. ചെമ്മാട്ട് സൈനുദ്ദീമൂലയിലുള്ളപ്പോ പിന്നെന്തിനാ മസല ചോദിക്കാൻ അങ്ങോട്ട് വന്നത് വെച്ചു. അപ്പൊ അവരിൽപ്പെട്ട ഒരാള് പറഞ്ഞു, അങ്ങനല്ല ഉസ്താദെ, അത് നമ്മുടെ സംഘടനാപരമായ ഒരു പ്രശ്നമാണ്, ഇങ്ങനെയൊക്കെയാണ്. ഏത് പ്രശ്നമാണെങ്കിലും ശരി, സൈനുദ്ദീൻ മുസ്ലിയാർ എന്താണോ പറഞ്ഞത് അതാണ് കേട്ടാ മതി, അതന്നെ മസല പോയിക്കോളി എന്നാണ്. അവർക്കട്ടെ എല്ലാവരും കൂടി വണ്ടിയിൽ നിന്ന് ഇറങ്ങാനും കൂടി പറ്റില്ല, മുഴുവൻ ആൾക്കാരും പോകുന്നു, തിരിച്ചു പോന്ന് ചെറുശ്ശേരി ഉസ്താദിന്റെ അടുത്ത് ചെന്നു. അപ്പൊ ഇവിടെ നമ്മൾ കാണുന്നത് ഓക്കെ സൈനുദ്ദീൻ കുട്ടി മുസ്ലിയാർ അദ്ദേഹത്തിന് കൊടുക്കുന്ന അംഗീകാരം. എന്നിട്ട് ചെറുശ്ശേരി ഉസ്താദിന്റെ അടുത്ത് ചെന്നു. ചെറുശ്ശേരി ഉസ്താദിന്റെ അടുത്ത് കാര്യം പറഞ്ഞു. അപ്പൊ വിഷയതാണ്. അപ്പൊ ചെറുശ്ശേരി ഉസ്താദ് ഇപ്പൊ എന്താ ചെയ്യാന്ന് ചോദിച്ചു. ആ ഉസ്താദ് പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, അവർക്ക് വോട്ടവകാശം കൊടുക്കണോ കൊടുക്കണ്ടേന്നുള്ളതല്ലേ. അവരെല്ലാവരും ലിസ്റ്റ് ഉണ്ടാക്കി ഒരു സ്ഥലത്തിനോട് വിളിക്കും. എന്നിട്ട് അവരോട് 2 ചോദ്യം ചോദിക്കും. 2 ചോദ്യം ചോദിച്ചാൽ 2 ചോദ്യത്തിന് കിട്ടുന്ന ഉത്തരത്തിനനുസരിച്ച് വോട്ട് കൊടുക്കാം. എന്താ ചോദ്യം എന്ന് വെച്ചു. അദ്ദേഹത്തിന് രസകരമായ ഒന്ന് ദീനിയാത്തും ഒന്ന് അമലിയാത്തും. തറാവി എത്ര വെക്കാത്താന്ന് ചോദിക്കുക, അമലിയാത്ത് അത് ഇത്രയെന്ന് പറഞ്ഞാൽ റെഡി. അതേമാതിരി മമ്പുറത്ത് തങ്ങൾ പാപ്പ തൊട്ടപ്പുറത്ത് കിടക്കേണ്ടത് ജമാട്ട്, അതിന് തൊട്ടടുത്താളെ മമ്പുറത്ത് പോയിട്ട് ഹക്ക് ജാവ് ബർക്കത്തോട് ദ്വാരണ ഗുണാണോ ദോഷാണോ എന്ന് ചോദിക്കും. മറുപടിക്ക് അനുസരിച്ച് ചെയ്യും. ഒന്ന് വിശ്വാസം ഒന്ന് കർമ്മം. അതിന് മറുപടി കിട്ടുമ്പോൾ വോട്ട് കൊടുക്കാതിരിക്കുക ചെയ്തോളിന്നാണ് തീരുമാനം. അങ്ങനെ നടത്തി. അങ്ങനെ ഇലക്ഷൻ നടത്തി. ഇതുപോലെ ചിലർക്കൊക്കെ വോട്ട് കിട്ടി, ചിലർക്ക് കിട്ടിയില്ല.
മറുപക്ഷത്ത് രണ്ടു കൂട്ടം സജീവായി. വാശിയേറിയ ഇലക്ഷൻ അവസാനം 35% കൊണ്ട് അവർ തൃപ്തിപ്പെടേണ്ടി വന്നു. സമത്വ കേരള ജമിയത്തുലമ ആ സ്ഥാപനം ഭരിച്ചു. 35 അവർ കിട്ടിയത്. 50, 70 ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞ ആൾക്കാർ. ആ പള്ളി ഇന്ന് മനോഹരമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നു സമത്വ കേരള ജമിയത്തുലമ. ഞാൻ പറഞ്ഞു വന്നത് ഇവിടെ ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദിനെ കുറിച്ച് സൈനുദ്ദീൻ മുസ്ലിയാർക്കുണ്ടായിരുന്ന മതിപ്പാണ്. കണ്ണിയത്ത് ഉസ്താദിനത്ത് വാഴക്കാട്ടേക്ക് ചെമ്മാട്ടത്ത് ഫത്വ ചോദിക്കാൻ ചെന്ന ആളുകളോട് പറഞ്ഞു, കണ്ണിയത്ത് നിങ്ങളെന്തിനാ ചെമ്മാട്ടെന്ന് സൈനുദ്ദീൻ മുസ്ലിയാരുടെ എന്റെ അടുത്തേക്ക് പോകുന്നത്? സൈനുദ്ദീൻ മുസ്ലിയാരെ പറഞ്ഞിട്ട് പിന്നെ വല്ലതും വേണമെങ്കിൽ എന്റെ അടുത്ത് വന്നാൽ പോരെ, നല്ല ഫക്കീഹാണ് അവൻ, പോയിട്ട് കണ്ട് ചോദിക്കുന്നു കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞത്രേ. അതാണ് ചെറുശ്ശേരി ഉസ്താദിന്റെ മതിപ്പ് സമൂഹത്തിനിടയിൽ. അത്ര വലിയ ആദരവ് അള്ളാഹു ഇൽമു കൊടുത്ത് ബഹുമാനിച്ച ഒരു വലിയ പണ്ഡിതനാണ്. ആ മഹാന്റെ ഹക്ക് ജാഗ് ബർക്കത്തുണ്ട്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. മാത്രമല്ല അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഒരു സവിശേഷത, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പൂർണ്ണ ലാളിത്യമായിരുന്നു അദ്ദേഹം പുലർത്തിയിരുന്നത്. ഒരു ജാടയില്ലല്ലോ. പണ്ഡിതന്റെ കാറിന്റെ വലിപ്പവും സമൂഹത്തിൽ അദ്ദേഹത്തിന്റെ സ്ഥാനമാനവും തമ്മിലൊരു താരതമ്യമില്ല. പണ്ഡിതന്റെ ഇൽമിന്റെ ആഴവും സമൂഹത്തിലെ സ്ഥാനവുമാണ് പ്രധാനം. ബഹുമാനപ്പെട്ടവരുടെ കൂടെ തൃക്കരിപ്പൂരിൽ ഒരു യോഗത്തിന് പോയ ഓർമ്മ എനിക്കുണ്ട്. അദ്ദേഹം തൃക്കരിപ്പൂരിൽ കാദിയായി സ്ഥാനമേറ്റതിനു ശേഷം അവിടെ ചെന്നു. ഒരു പള്ളിയുദ്ഘാടനമാണ്. പള്ളിയുദ്ഘാടനം കഴിഞ്ഞ് പള്ളിയിൽ നിസ്കാരം കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന സമയത്ത് വലിയ തിരക്കാ. ഉസ്താദിന്റെ ചെരുപ്പ് കാണുന്നില്ല. സ്റ്റേജിൽ കയറാൻ പോകുമ്പോൾ ഞങ്ങളൊക്കെ ചെരുപ്പിട്ട് പുറത്തിറങ്ങി കുറച്ച് ആൾക്കാരകത്ത് ഉസ്താദ് ചെരുപ്പ് ഇങ്ങനെ നോക്കുക. എല്ലാവരും കൂടി ഉസ്താദിന്റെ ചെരുപ്പ് തരാൻ കൂടുന്നില്ല. അവിടുത്തെ പൗരപ്രമുഖർ, നാട്ടിലെ കാദിയല്ലേ, വലിയ മഹാനല്ലേ, സമത്തിന്റെ സെക്രട്ടറി അല്ലേ, എല്ലാവരും ചെരുപ്പ് തരുന്നുണ്ട്. പക്ഷെ വലിയ കട്ടിയും കനുള്ള നല്ല മനോഹരമായ ചെരുപ്പാ തരുന്നത്. എവിടെ അങ്ങനത്തെ ഒരു ചെരുപ്പില്ല. എല്ലാവരും ചെരുപ്പ് കിട്ടി. ഉസ്താദിന്റെ ചെരുപ്പ് കളപ്പോൾ കുറച്ചപ്പുറത്ത് ദൂരെ ചെരുപ്പ് മറിഞ്ഞു നടക്കുന്നത് ആരും ശ്രദ്ധിച്ചിട്ടില്ല. ഉസ്താദ് പറഞ്ഞു ആ ചെരുപ്പൊന്നും എടുത്തേക്കുന്നാണ്. അപ്പൊ നോക്കും അത് ഉസ്താദ് ഒരു ഹവായി ചെരുപ്പാണല്ലോ, അതന്നെയാണ് എന്റെ ചെരുപ്പ്. ഒരു ഹവായി ചെരുപ്പിട്ടാണ് അദ്ദേഹം വന്നിട്ടുള്ളത്. ഒരു മടിയില്ല. ആ ലാളിത്യം അദ്ദേഹം എപ്പോഴും കാത്തു സൂക്ഷിച്ചു. കൊണ്ടോട്ടി ടൗണിൽ ബഹുമാനപ്പെട്ട ഒരു മത്സ്യം വാങ്ങുന്ന ഒരു ചിത്രം നിങ്ങൾ പത്രത്തിൽ കണ്ടിട്ടുണ്ടാവും. അദ്ദേഹം സമത്തിന്റെ സെക്രട്ടറി ആയ സമയത്ത് കൊണ്ടോട്ടിയങ്ങാടിയിൽ മത്സ്യം വാങ്ങുന്നത് കണ്ടപ്പോ ചില ആൾക്കാർ പത്രത്തിൽ എഴുതി പ്രസംഗിച്ചു, ഒരു മാർക്കറ്റിൽ നിന്ന് മത്സ്യം വാങ്ങി വീട്ടിൽ പോകുന്ന ആളാണോ സമത്തിന്റെ സെക്രട്ടറി? അത് കണ്ടപ്പോ നമ്മുടെ മനസ്സിൽ ഓർമ്മ വന്നത് അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനത്തെ മാർക്കറ്റിൽ പോയി സാധനം വാങ്ങി. പിന്നാലെ ചെന്നു അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു. മഹാനവർകൾ പറഞ്ഞു, നബിയെ ഞാൻ പിടിച്ചോളാം, നിങ്ങളെ വീട്ടുകളുടെ സാധനല്ലേ, നബി തങ്ങൾ വേണ്ട. അബൂ ഹുറൈറ തങ്ങൾ പിന്നെയും പറഞ്ഞു. അപ്പോൾ അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുദൂതർ പറഞ്ഞു, സ്വാഹിബു ശൈഇ അഹഖു അൻ യഹ്മിലഹു. ഒരു സാധനം ആരാണോ വാങ്ങിയത് അയാളാണ് അത് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ യോഗ്യൻ എന്ന് ഷഫീഉനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സുന്നത്ത് ശരിക്ക് ഹയാത്താക്കിയിരുന്നു. സുന്നത്തിനുള്ള അദ്ദേഹത്തിന്റെ മതിപ്പ്. കൃത്യമായി സ്വലാത്ത് അദ്ദേഹം ചൊല്ലും. എല്ലാ സുന്നത്തുകളും നിസ്കരിക്കും. ചെമ്മാട്ട് ദർസ് നടത്തുന്ന കാലത്ത് തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പാണ്. ബാപ്പുട്ടിയാജിയുടെ മകൻ ബാവ എന്നോട് പറഞ്ഞു, ആദ്യ കാലത്ത് കുറെ കൊല്ലം ഒരു മനുഷ്യനത് അറിഞ്ഞില്ല. ചെലവ് വീട്ടിൽ നിന്ന് കൊണ്ടുപോയി കൊടുക്കുന്ന ഉച്ചത്തെ ചോറ് അത് സൂക്ഷിച്ചു വെച്ച് തണുത്ത ചോറ് വൈകുന്നേരം തിന്ന് നോമ്പ് തുറന്നു. ആരോടും പറഞ്ഞില്ല ഞാൻ നോമ്പാണ്. സുന്നത്ത് നോമ്പിടുന്നവരെ അറിയിക്കേണ്ട 1, 2 വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കേണ്ട ചെലവ് വീട്ടുകാരെ. വർഷങ്ങളോളം ഉച്ചക്ക് കൊണ്ടുപോയി വെച്ച ചോറ് വൈകുന്നേരം തണുത്തത് തിന്നിട്ട് നോമ്പ് തുറന്ന മഹാൻ. ചെമ്മാട്ടുകാര അനുഭവമാണ് പറയുന്നത്. അത്ര വലിയ തവാള്, അത്ര വലിയ ദൈവഭക്തി. നോക്കണം, പടച്ചോനെ പിടിച്ചിട്ട് മനുഷ്യൻ അല്ലെങ്കിൽ കൊണ്ടുവരാൻ പറഞ്ഞാൽ പോരെ. അതാരെയും അറിയിക്കേണ്ട. അത് ഇഖ്ലാസാ. ഈ ഇഖ്ലാസ് പടച്ചറബിന് മാത്രമേ ഇഖ്ലാസിന് വിജയം ഉണ്ടാവും. അതുകൊണ്ടാണ് മഹാനവറുകൾക്ക് അള്ളാഹു വലിയ വിജയം കൊടുത്തത്. തന്റെ അവസാന കാലത്ത് അദ്ദേഹം ദാറുഹുദയിൽ പഠിപ്പിച്ചിറങ്ങും. അവിടുത്തെ ഉസ്താദുമാര് പറയുന്നുണ്ട്, അദ്ദേഹം ദാറുഹുദയിൽ 11ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലും ക്ലാസ് എടുത്തത്. ലാസ്റ്റ് 2 ക്ലാസ് ഫൈനൽ. 11ാം ക്ലാസ്സിൽ അദ്ദേഹത്തിന് മഹല്ലിയും 12ാം ക്ലാസ്സിൽ തോഫിയാണ് ക്ലാസ്. ഈ കൊല്ലം ഇതുവരെ അതാ പഠിപ്പിച്ചത്. ഈ കൊല്ലം സിലബസ് ഇട്ടപ്പോൾ അദ്ദേഹം ചോദിച്ചു, എനിക്കേതാ സിലബസ്? ഉസ്താദെ അതെല്ലാ കൊല്ലത്തെ പോലെ തന്നെ 11ൽ മഹല്ലിന്റെ 12ൽ തോഫുണ്ട്. അപ്പൊ അവരോട് ഉസ്താദ് പറഞ്ഞു, വേണ്ട, ആ മഹല്ല് അങ്ങോട്ട് ഒഴിവാക്കിയിട്ട് എനിക്ക് ഏതെങ്കിലും ഹദീസിന്റെ കിതാബാ വേണ്ടത്, ഫിഖ് മദീനാണ്. അപ്പൊ അവർ പറഞ്ഞു, പറ്റുള്ള ഉസ്താദെ, ഉയർന്ന കുട്ടികളല്ലേ, ഫറായിദിന്റെ മസല, തൊലാഖിന്റെ മസല, വഖഫിന്റെ മസല, നിക്കാഹിന്റെ മസല ഇതൊക്കെ പഠിപ്പിക്കണത്. അത് നിങ്ങൾ 11ാം ക്ലാസ്സിൽ മഹല്ലിനെ എടുക്കണം എന്ന് പറഞ്ഞു. 12ൽ തോഫി. ആ ഉസ്താദ് പറഞ്ഞു, അവസാന കാലത്ത് ഏതെങ്കിലും ഹദീസിന്റെ കിതാബുമായി തഅല്ലുക്ക് വേണമെന്നാണ് മഹാന്മാര് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് എനിക്കൊരു ഹദീസിന്റെ കിതാബ് തന്നെ വേണമെന്നോ നിർബന്ധിച്ച് മഹല്ല് മാറ്റിയ സ്ഥാനത്ത് സ്വഹീഹ് മുസ്ലിം ഇട്ടു. ആ സ്വഹീഹ് മുസ്ലിം ദർസ് നടത്താൻ അദ്ദേഹം പറഞ്ഞ കാരണം അതാ. അവസാന കാലത്ത് ഹദീസിന്റെ കിതാബുമായി തഅല്ലുക്ക് വേണമെന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. കണ്ടോ, ഇത് അവസാന കാലമായി എന്നുള്ള സൂചനല്ലേ? ഈ കൊല്ലത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞതാ. മാത്രമല്ല ആ കൊല്ലം സ്വഹീഹ് മുസ്ലിം തുടങ്ങിയതിനു ശേഷം പിന്നീട് അദ്ദേഹം വീട്ടിൽ നിന്ന് വരുമ്പോൾ എന്നും കുറച്ച് കിതാബ് ഇങ്ങനെ കൊണ്ടുവരും. തന്റെ വീട്ടിലെ അലമാരിൽ കെട്ടുകണക്കിന് കിതാബാ. അതിങ്ങനെ കൊണ്ടുവന്നിട്ട് ദാറുഹുദിൽ വെക്കും. എല്ലാം കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഇതിന്റെ വീട്ടിലെ കിതാബ് വഖഫായിട്ട് ദാറുഹുദിക്ക് വെക്കുകയാണ്. അതിന്റെ ബന്ധപ്പെട്ട് ലഭിച്ചത് വഖഫ് ചെയ്തു അദ്ദേഹം. ഈ കിതാബ് തിരിച്ചു കൊടുക്കൽ വലിയൊരു ചരിത്രമാണ്. ആ സ്ഥാനത്ത് ഒഴിയാൻ പോവാണ്. അദ്ദേഹം കിതാബ് തിരിച്ചു കൊടുത്തു. ഒരു വാഹനം പറഞ്ഞാൽ ഒറ്റ ലോഡിന് കൊണ്ടുവരാനേ ഉള്ളൂ. പക്ഷെ അങ്ങനെ ചെയ്തില്ല.
എന്റെ കൈകൊണ്ട് തന്നെ അത് കൊണ്ടുവന്ന് വഖഫ് വെക്കണമെന്ന് നിർബന്ധം. ഓരോന്നോരോന്ന് കൊണ്ടുവന്ന് ദാറുഹുദയിൽ കൊടുത്തു. അദ്ദേഹത്തിന്റെ പ്രത്യേകത മാത്രമല്ല, അവസാന നിമിഷം വരെ കർമ്മനിരതൻ. സ്വഹീഹ് മുസ്ലിമിലെ കിതാബുൽ ഈമാൻ ക്ലാസ് എടുക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് റൂമിലേക്ക് പോയത്. അപ്പോഴാ തിരൂരങ്ങാടിയിൽ നിന്ന് കുറച്ച് ആളുകൾ വന്നത്. തിരൂരങ്ങാടിയിൽ നിന്ന് കുറച്ച് ആളുകൾ വന്നിട്ട് ഫത്വ ചോദിച്ചു. അതും തൊലാഖിന്റെ ഫത്വ. ആ ഫത്വ ചോദിച്ചതിന് മറുപടി പറയുമ്പോഴേ താളം തെറ്റൽ, ഞരമ്പ് പൊട്ടിയിട്ട് ഒരു മാറ്റം. അദ്ദേഹം ആശുപത്രിയിലേക്ക് കൊണ്ടുപോകപ്പെടുകയാണ്. അദ്ദേഹത്തിന്റെ കൂടെ ആശുപത്രിയിലേക്ക് യാത്ര ചെയ്ത ആളുകൾ പറയുന്നു, ആ കാറിൽ വെച്ച് ഫാത്തിഹ സൂറത്തും കെലിമയുമല്ലാതെ ലാ ഇലാഹ ഇല്ലല്ലാഹും ഫാത്തിഹയുമല്ലാതെ വേറൊരു സംസാരം ഉണ്ടായിട്ടില്ല. ഒരു ഭൗതിക സംസാരം അദ്ദേഹം സംസാരിച്ചില്ല. ആശുപത്രി വരെ കൊണ്ടോട്ടിയിൽ ചെന്നു. സീരിയസ് ആണ്, കൊണ്ടുപോകണമെന്ന് കോഴിക്കോട് ബേബിയിൽ കൊണ്ടുപോയി. അദ്ദേഹം ചലനമറ്റ് കിടക്കുക. ചെറിയൊരു മാറ്റം വെന്റിലേറ്റർ കൊടുത്ത് വന്നപ്പോ കൈ ഇങ്ങനെ കൈയിളക്കിയപ്പോ എന്തോ ചോദിക്കുന്ന പോലെ മുഖത്ത് നോക്കി പറയാൻ വയ്യല്ലോ, സംസാരമില്ല. അപ്പൊ കയ്യിൽ പലതും കൊടുത്തു നോക്കി, ഒന്നും സ്വീകരിച്ചില്ല. അവസാനം തസ്ബീഹ് മാല വെച്ചു കൊടുത്തപ്പോൾ ഇങ്ങനെ പിടിച്ചു. തസ്ബീഹ് മാല പിടിച്ചു, അതിങ്ങനെ മറിക്കാൻ തുടങ്ങി. ഉള്ളിൽ നല്ല ഓർമ്മയുണ്ടായിരുന്നു. ആ തസ്ബീഹ് മാല വാങ്ങാൻ ആ ഉൾപ്രേരണ നോക്ക് നിങ്ങൾ. ആ തസ്ബീഹ് മാല വിടാതെ കയ്യിൽ വെച്ചു അദ്ദേഹം. ജീവിതത്തിൽ അദ്ദേഹം ഒരുപാട് ദിക്റുകൾ ചൊല്ലി. ആ സമയത്ത് അങ്ങനെ തന്നെ മരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ മക്കൾ, പ്രത്യേകിച്ച് സൈനു പറയുന്നതിന്റെ മരുമകൻ പറയുന്ന മുഖത്ത് വല്ലാത്തൊരു തെളിച്ചം വന്നു. അത്ര ദിവസം രോഗിയായി കിടന്ന ഒരു ക്ഷീണമല്ല, നല്ല സന്തോഷം. പുഞ്ചിരിയോടുകൂടി മരിച്ചു പോകുന്നത് കണ്ടു. റൂഹ് പോകുമ്പോൾ ഞങ്ങൾ തൊട്ടടുത്തുണ്ട്. ഒരു പ്രയാസവും ഞങ്ങൾ ആ മുഖത്ത് കണ്ടില്ല, ഒരു പ്രയാസവും. അതാണ് വളരെ പ്രധാനം. അല്ലാഹു സുബ്ഹാനഹു അല്ലദീന തതവഫാഹുൽ മലായികത്തു ത്വയ്യിബീൻ യഖൂലൂന സലാമുൻ അലൈക്കും ഉദ്ഖുലുൽ ജന്നത വിളിച്ചു കൊണ്ടുപോകുന്ന മരണം. അല്ലാഹുവേ, ഞങ്ങൾക്ക് അങ്ങനത്തെ ആഖിബത്ത് നൽകണേ തമ്പുരാനെ. മനുഷ്യന്റെ അവസാനം നന്നായാൽ അവൻ രക്ഷപ്പെട്ടു. വല്ലാത്തൊരു മാറ്റല്ലത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ബഹുമാന്യനായ ജനറൽ സെക്രട്ടറി ശൈഖുനാ ശംസുൽ ഉലമ, ബഹുമാനപ്പെട്ടവർ തന്റെ ജീവിതകാലത്ത് ഒരുപാട് പ്രവർത്തനം ചെയ്തിട്ടുണ്ട്. ആ പ്രവർത്തനത്തിൽ ഏറ്റവും പ്രധാനമായിരുന്നു, നിങ്ങൾക്കറിയാം, മഹാനവർകൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ തലപ്പത്തിരിക്കുമ്പോൾ കോഴിക്കോട്ട് 70-ാം വാർഷികം നടന്നു. 70-ാം വാർഷിക മഹാസമ്മേളനം നടക്കുമ്പോൾ ബഹുമാനപ്പെട്ട ശൈഖുനാ ചെയ്ത പണി എന്താ? ഒരു പ്രസംഗം ചെയ്തു. ആ പ്രസംഗം നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കും. ആ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞൊരു വാക്കാണ്, അല്ലാഹുവേ, ചെറുപ്പം മുതൽ ഈ സംഘടനക്ക് ഹിദമത്ത് ചെയ്യാൻ തുടങ്ങിയതാണ്, നീ കബൂൽ ചെയ്യണേ. അങ്ങനത്തെ ഒരു പ്രസംഗം അദ്ദേഹം മുമ്പ് ചെയ്തിട്ടില്ല. ആ വാക്ക് വിടവാങ്ങുന്ന സമയത്ത് അദ്ദേഹം ബഹുമാനപ്പെട്ട ചെർശീൽ സ്ഥാന്റെ കൈ പിടിച്ചു. എന്നിട്ട് തന്റെ സീറ്റിൽ ഇരുത്തിയിട്ടാ പോയത്. ചെർശീൽ സ്ഥാനെ കൊണ്ടുവന്ന സീറ്റിൽ എന്തിനാ അദ്ദേഹം ഇരുത്തിയത്? നമ്മുടെ പ്രിയപ്പെട്ട കവി അലവിക്കുട്ടി മൗലവി മരിച്ചവർ കവിത എഴുതിയിട്ടുണ്ട്. എന്റെ കയ്യിൽ അദ്ദേഹം തന്നു. അദ്ദേഹം അതിൽ ഈ കവിത ശംസുലമ തന്റെ കുർസിയിൽ കൊണ്ടുപോയി ചെറിയ സ്ഥാനം ഇങ്ങനെ ഇരുത്തി. ചെറിയ സ്ഥാനം തന്റെ സീറ്റിലേക്ക് അദ്ദേഹം തെരഞ്ഞെടുത്തു. എന്തിന്? ഫകഅന്നമാ അറഫൽ വഫാതലഹു ബിദാക്കൽ ആം, ആ കൊല്ലം ഞാൻ മരിച്ചു പോകുമെന്ന് അദ്ദേഹത്തിന് തോന്നിയതുപോലെ ആ രീതിയിലാണ് ബഹുമാനപ്പെട്ടവർ ചെയ്തത്. ആ കൊല്ലം തന്നെ ബഹുമാനപ്പെട്ട ശംസുലമ മരിച്ചുപോയി. ചെറുശ്ശേരി സമത്തിന് ജനറൽ സെക്രട്ടറി ആയിട്ട് വന്നു. അപ്പൊ ശംസുലമ പോലും തെരഞ്ഞെടുത്തൊരു മഹാനാണ്. അങ്ങനെ ഒരു വലിയ മഹാൻ നമ്മുടെ മുമ്പിൽ നമുക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് ജീവിച്ചിരുന്നു. അത് നമ്മൾ ചിന്തിക്കണം. ആ നേതൃത്വം ഈ ഉമ്മത്തിന് ഏറ്റവും വലിയ തണലായി. കേരളത്തിൽ എന്ത് പ്രശ്നം എവിടെ വന്നാലും ശരി, ഫറോക്കിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ സുഹൃത്തുക്കൾ ഒരു സ്വത്തവകാശ തർക്കം വന്നപ്പോൾ നേരിട്ട് ജാറുഹുദയിൽ വന്നിട്ട് തീർത്തത് KC മുഹമ്മദ് വാക്കവി എന്നോട് പറഞ്ഞു. ആദർശം അപ്പുറത്തായിട്ട് പോലും പ്രശ്നം തീർക്കാൻ ചെറുശ്ശേരി ഉസ്താദാണ് നല്ലത്, എന്നാ കുടുംബത്തിലൊരു കുഴപ്പമുണ്ടാവില്ല. ചെറുശ്ശേരി പറഞ്ഞു എന്ന് പറഞ്ഞാൽ പിന്നെ ആരും മിണ്ടൂല. അതാണ് ഞങ്ങളുടെ നാട്ടിലെ അവസ്ഥ എന്ന് പറഞ്ഞുകൊണ്ട് അവർ വന്നു. അവർ ആദർശം നോക്കിയില്ല, ദാറുഹുദയിൽ വന്നു. ആ ഒരു അംഗീകാരം അത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മഹാപണ്ഡിതനായ ചെറുശ്ശേരി ഉസ്താദിന് അല്ലാഹു കൊടുത്ത വലിയൊരു അംഗീകാരമാണ്. അത്തരം അംഗീകാരമുള്ള കബൂലിയത്തുള്ള നേതാക്കളെ നമുക്കുണ്ടായിട്ടുള്ളൂ. ഇപ്പൊ നോക്ക്, നമ്മുടെ തലപ്പത്തുള്ള ഞാലിക്കുട്ടി ഉസ്താദാവട്ടെ, നമ്മുടെ പ്രസിഡന്റ് കോയക്കുട്ടി സാറിന്റെ അവസ്ഥ എന്താ? രോഗിയാണ്. അള്ളാഹു ദീർഘായുസ് കൊടുക്കുമാറാവട്ടെ. ഒരു കബറ് കുഴിച്ചു വെച്ചിട്ടുണ്ടറിയോ നിങ്ങൾക്ക്? വീട്ടിൽ കബറ് കുഴിച്ചു വെച്ചിട്ടുണ്ട്. ആ കബറിൽ ആരോഗ്യമുള്ള സമയത്ത് കോണി വെച്ച് ഇറങ്ങിയിട്ട് അതിൽ നിന്ന് ഖുർആൻ ഊതും അദ്ദേഹം. നിങ്ങൾ പോയി നോക്ക്, ആനക്കരയിൽ സ്വന്തം വീട്ടിൽ കബറ് കുത്തിയിട്ട് കബറിൽ ഇറങ്ങി ഖുർആൻ ഊതം ഇറങ്ങാൻ വയ്യ. ഇപ്പൊ വീട്ടിൽ നിന്നുകൊണ്ട് ദിക്റും സ്വലാത്തുമായി കഴിയുന്ന ഒരു മനുഷ്യൻ, ആ മഹാനുഭാവനെ കൊള്ള മനുഷ്യന്മാരെ സമത്തെ നയിച്ചത്, കൊല്ലങ്ങൾ ദർശനം നടത്തി പാരമ്പര്യമുള്ള വലിയൊരു മഹാൻ, ജീവിത വിശുദ്ധിയുള്ളവരെ സമത്തിന് മുമ്പിൽ നിന്നിട്ടുള്ളൂ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ സമൂഹത്തോട് പറഞ്ഞതൊക്കെ സത്യവും ധർമ്മവും മാത്രമാണ്. ആ സത്യത്തിന്റെ പക്ഷത്താണ് നമ്മൾ നിൽക്കേണ്ടത്. അതാണ് നമ്മുടെ സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. ഞാൻ അവസാനമായി പറയുന്നു, എം ബഷീർ ഉസ്താദ് നമുക്ക് വലിയ മാതൃകയായിരുന്നു. നമ്മുടെ ഓരോ നേതാക്കളും നമുക്ക് മാതൃകയാണ്. ഈ നാടിന്റെ ഒരു സ്വത്തായിരുന്നു അദ്ദേഹം. വളരുന്ന മുത്തഅല്ലിമീങ്ങൾക്ക് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരുപാട് പഠിക്കാനുണ്ട്. അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിൽ ഒരുപാട് പഠിക്കാനുണ്ട്. അദ്ദേഹം ചെയ്ത സംഘടനാ സേവനത്തിൽ ഒരുപാട് പഠിക്കാനുണ്ട്. ആ മഹത്തുക്കളെ കുറിച്ചൊക്കെ പഠിച്ചും അറിഞ്ഞും
അത് ജീവിതത്തിൽ പകർത്തിയും നല്ല രീതിയിൽ മുന്നോട്ട് പോകാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇതൊരു അനുസ്മരണ സമ്മേളനം മാത്രമാണ്, വലിയൊരു സംഘടനാ പരിപാടിയല്ല. അതുകൊണ്ട് ഇത് സംഘടിപ്പിച്ചവർ ഉദ്ദേശിച്ചത് മഹാന്മാരുടെ മദ്ഹ് പറയല. ആ മദ്ഹ് പറയാൻ ഒരുമിച്ച് കൂടിയതിന്റെ പുണ്യം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അള്ളാഹു നൽകും. ഇന്ന് നോക്കൂ, ധാർമ്മികമായി നമ്മളെ മക്കൾ അധപ്പതിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ്, വൃത്തികേട് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ്. ഈ കാലത്ത് ഇൽമിന്റെ മഹത്വം കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. അതോടൊപ്പം ഭൗതിക വിദ്യാഭ്യാസവും ബഹുമാനപ്പെട്ട എം ബഷീർ മുസ്ലിയാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് മതഭൗതിക വിദ്യാ സമന്വയത്തിന്റെ ഒരു പാഠമാണ്. ഇംഗ്ലീഷ് പഠിക്കാൻ മടിച്ചു നിൽക്കുന്ന കാലത്ത് അത് ദർസിൽ പഠിപ്പിച്ചു അദ്ദേഹം, അതിനുവേണ്ടി അധ്യാപകരെ വെച്ചു അദ്ദേഹം. അതുപോലെ ആധുനിക അറബി ഭാഷ പഠിപ്പിച്ചു. നമ്മുടെ പള്ളി ദർസിലൊക്കെ പണ്ട് പഠിച്ചാൽ കൊല്ലങ്ങളോളം പഠിച്ചാലും അറബിയിൽ സംസാരിക്കാൻ കഴിയില്ല. അത് പഠിപ്പിക്കണം എന്നാണ് അദ്ദേഹം വാദിച്ചത്. അറബി സംസാരിക്കണം, വിദേശ രാജ്യങ്ങളുമായിട്ട് ബന്ധം വേണം. ആ രീതിയിൽ സ്പോക്കൺ അറബി, ദാറഹുദ അതൊക്കെ കാണിച്ചെന്നില്ലേ? ആ ബുദ്ധിയുടെ വൈഭവമാണ് നമ്മളവിടെ കണ്ടത്. അള്ളാഹു അവർ ഈ ദീനിന് ചെയ്ത ഖിദ്മത്തിന് തക്ക പ്രതിഫലം പരലോകത്ത് കൊടുക്കുമാറാവട്ടെ. അവരൊക്കെ നോക്കിയാൽ നമ്മൾ എന്ത് ഖിദ്മത്താ ദീനിന് ചെയ്തത്? ആൾക്കാർ സ്റ്റേജ് കെട്ടിയിട്ട് നമ്മൾ പ്രസംഗിച്ചു എന്നല്ലാതെ നമ്മളൊക്കെ എന്താ ചെയ്തത്? ഞാനും നിങ്ങളുമൊക്കെ ഈ ദീനിന് വേണ്ടി എന്ത് ഖിദ്മത്താ ചെയ്തത്? ഒരു അമുസ്ലിമിന് ദീൻ എന്താ നമ്മൾ പറഞ്ഞു കൊടുത്തോ? ഒരു കള്ളു കുടിക്കുന്ന മുസ്ലിമിനെ മാറ്റാൻ നമുക്ക് പറ്റുമോ? നിങ്ങൾ ആലോചിച്ചു. സ്ക്വാഡ് പ്രവർത്തനം നടത്തിയ ആളുകളെ മാറ്റുന്ന ഒരു ടീമുണ്ട് ഇവിടെ. പക്ഷേ അവരത് തുടങ്ങും മുമ്പ് തന്റെ ദർസിലെ കുട്ടികളെ കൊണ്ട് നങ്ങാടിയിൽ ഇറങ്ങിയിട്ട് ജനങ്ങൾക്ക് ദീൻ ഓരോരുത്തരായി വിളിച്ച് പറഞ്ഞു കൊടുത്ത പാരമ്പര്യം ബഷീർ മുസ്ലിയാർക്കുണ്ട്. ക്യാമ്പിൽ അദ്ദേഹം പറയുമായിരുന്നു, നിങ്ങളൊരു നാട്ടില് മദ്യപാനികളും തമ്മാടികളും ഓരോ ഒറ്റക്ക് പിടിച്ചിട്ട് പറഞ്ഞ് നന്നാക്കണം. അദ്ദേഹം ആ രീതി നമുക്ക് പഠിപ്പിച്ചു തന്നിരുന്നു. നമ്മളത് അവലംബിച്ചില്ല പലരും. നമുക്ക് ഉപദേശിക്കാൻ, നമുക്ക് നേതൃത്വം കൊടുക്കാൻ, പ്രയോഗവൽക്കരിക്കാൻ എന്നും അള്ളാഹു നല്ല നേതൃത്വം തന്നിട്ടുണ്ട്. പറഞ്ഞു തരാൻ ആളുണ്ട്, വേദിയുണ്ട്. ചെയ്തില്ലെങ്കിൽ പടച്ചറപ്പ് നമ്മളോട് ചോദിക്കും, ഒരു മറുപടി നമുക്കുണ്ടാവില്ല. അതുകൊണ്ട് നമ്മുടെ ഉള്ള സംഘടനാ സംവിധാനം, SKS ആണെങ്കിലും SYS ആണെങ്കിലും ജമിയത്തുൽ റേഞ്ച് ആണെങ്കിലും എന്താണെങ്കിലും, നമുക്ക് SMF ആണെങ്കിലും SMF-നൊക്കെ ശക്തിപ്പെടുത്തുന്നതിൽ അദ്ദേഹം വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. മുഅല്ലിങ്ങൾ മാത്രം വിചാരിച്ചാൽ, മുദരിസുമാർ മാത്രം വിചാരിച്ചാൽ ഒന്നും നടക്കൂല. നാട്ടിലെ ഉമറാക്കൾ വേണം. ഉമറാക്കളെ ഇറക്കാനായി SMF ഉണ്ടാക്കിയത്. അതുകൊണ്ടാണ് ദാറുഹുദയ്ക്ക് ഇത്ര വലിയത്. ചെമ്മുക്കം കുഞ്ഞാപ്പുവാജിയും സേദർ വിഹാജിയും ഒക്കെ രംഗത്ത് വന്നത് അതിന്റെ ഫലമാണ്. അതുകൊണ്ട് കാലഘട്ടത്തിന്റെ വിളിയാളം ശ്രമിച്ചുകൊണ്ട് വർഷങ്ങൾക്ക് മുമ്പേ കാലത്തിന്റെ മുമ്പിലേക്ക് നടക്കാൻ ശ്രമിച്ച ഒരു വലിയ മനുഷ്യനെ നമ്മൾ സ്മരിച്ചത്. അള്ളാഹുവേ, ആ മഹാൻ പരലോകത്ത് ഉന്നത സ്ഥാനത്തായിരിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അത്ര ഖിദ്മത്ത് നിന്നെ ദീൻ ചെയ്തിട്ടുണ്ട്. അവരെ സ്നേഹിച്ച ഞങ്ങൾക്കും അവർക്കൊപ്പം നീ പരലോകത്ത് സ്ഥാനം നൽകണേ തമ്പുരാനെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് അവരെ പേരിൽ പ്രാർത്ഥന നടത്തിക്കൊണ്ട് നമുക്ക് പിരിയാം. ഇവിടെ ബഹുമാനപ്പെട്ട ഉസ്താദറുടെ പേരിൽ, അതുപോലെ സമത്തൽ ആലിമീങ്ങളുടെ ഒക്കെ പേരിൽ ഒരു യാസീൻ ഓതി ദുആ ചെയ്യാം എന്നാണ് നമ്മുടെ ബഹുമാനപ്പെട്ട ഗുരുവര്യന്മാർ പറയുന്നത്. നല്ല ഒരു സംവിധാനമാണ് നമ്മൾ ഒരുക്കിയിട്ടുള്ളത്. അള്ളാഹു അതിന്റെ പ്രതിഫലം നമുക്ക് നൽകുമാറാവട്ടെ. നമ്മുടെ മരണപ്പെട്ടവർക്കും ആ കൂട്ടത്തിൽ നമുക്ക് ദുആ ചെയ്യാമല്ലോ. അർഹമുറാഹിമായ തമ്പുരാൻ നമ്മൾ ഓതുന്ന ഈ യാസീന്റെയും അതുപോലെ തന്നെ ഇഖ്ലാസിന്റെയും ഒക്കെ മഹത്തായ പ്രതിഫലം അവരുടെയും നമ്മുടെ ആലിമീങ്ങളുടെയും നമ്മുടെ ബന്ധുക്കളുടെയും ഒക്കെ ഖബറിലേക്ക് എത്തിച്ച് അവർക്ക് ഖബറിൽ ഉന്നതമായ അവസ്ഥ അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ.